السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. صدق الله مولانا العلي العظيم. സമാദരണീയരായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ എൻ എ ഫായിസ്, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ വി കെ ഷംസുദ്ദീൻ, നമ്മുടെ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള ബഹുമാനപ്പെട്ട യു ഷാഫി ഹാജി, വേദിയിലുള്ള സമസ്ത കേരള ജമിയത്തുലമായുടെയും പോഷക ഘടകങ്ങളുടെയും SK7-ൻ്റെയും ഒക്കെ കർമ്മധീരരായ പ്രിയപ്പെട്ട നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, വിദ്യാർത്ഥികളെ, ഈ പരിപാടി സംഘടിപ്പിച്ച തിരുരങ്ങാടി ടൗൺ SK7-ൻ്റെ കർമ്മോത്സുകരായ നേതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടൊരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇത് സംഘടിപ്പിച്ചവർക്ക് സാന്ദർഭികമായ ഒരു ബോധം ജനങ്ങൾക്ക് നൽകുവാൻ ആവശ്യമായ ഒരു വേദിയായതുകൊണ്ട് തന്നെ ഒരു ദഅ്വാ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും എന്ന് അദ്ദേഹം ഫോണിൽ ഇപ്പോൾ അറിയിച്ചു. ബഹുമാനപ്പെട്ടവർ വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് അവസരം നൽകാം. ഞാൻ എൻ്റെ കടമയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ടൗണായതുകൊണ്ടും ആളുകളൊക്കെ വളരെ തിരക്കുള്ളവരായതുകൊണ്ടും വളരെ പെട്ടെന്ന് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എൻ്റെ വിഷയത്തിൻ്റെ മർമ്മത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ന്യൂനപക്ഷങ്ങളും ഏക സിവിൽ കോഡും എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രബല ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ. നമ്മുടെ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ പ്രബലരാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളും ഉണ്ടാകും, ഭൂരിപക്ഷവും ഉണ്ടാവും. ഒരു രാജ്യത്ത് ഭൂരിപക്ഷം ഇച്ഛിച്ചതാണ് നടപ്പാക്കുന്നത് എങ്കിൽ പിന്നെ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയ്ക്ക് പ്രസക്തിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് ഭൂരിപക്ഷത്തിൽ വന്നാൽ പോലും ഗവൺമെൻറ് ഇച്ഛിക്കുന്നത് മുഴുവൻ നടപ്പാക്കാൻ കഴിയില്ല. അവിടെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിൻ്റെ മാർഗരേഖയും പ്രസക്തമാകുന്നത്. ആരാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അവർ ഭൂരിപക്ഷമായാൽ അവർക്ക് എന്തും ചെയ്യാമെന്നാണെങ്കിൽ, അതല്ല രാജ്യത്ത് ഏത് വിഭാഗമാണോ ഭൂരിപക്ഷമെങ്കിൽ അവർ ഇഷ്ടം പോലെ ചെയ്യാമെങ്കിൽ പിന്നെ രാജ്യത്തിനൊരു ഭരണഘടനയുടെ ആവശ്യമില്ലല്ലോ. ഒരു മാർഗരേഖ ഒരു രാജ്യത്തിനുണ്ടാകുന്നത് ആര് വന്നാലും രാജ്യം എങ്ങനെ പോകണം എന്ന തീരുമാനത്തിൻ്റെ രേഖയാണത്. ആര് ഭരിച്ചു അല്ലെങ്കിൽ ആര് ഭൂരിപക്ഷമായി എന്നത് പ്രശ്നമല്ല. രാജ്യം ആര് കൈകാര്യം ചെയ്യുമ്പോഴും രാജ്യത്തിൻ്റെ മാനദണ്ഡം എന്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന മതേതര ഭരണഘടനയാണ് എന്നതാണ്. മതേതര ഭരണഘടന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതമില്ലാത്തൊരു ഭരണഘടനയല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും അവരുടേതായ അവകാശാധികാരങ്ങൾ പങ്കിട്ട് ജീവിക്കാനുള്ള സുന്ദരമായ അവകാശം. ആരാന് ബാധിക്കാത്ത വിധം എനിക്കെൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് കൊണ്ടു നടക്കാൻ കഴിയും. ആ സ്വാതന്ത്ര്യം ശരിക്കും ഞാൻ ഉപയോഗപ്പെടുത്താൻ ഈ രാജ്യത്ത് അധികാരമുള്ളവനാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഹാനിയാകരുത് എന്ന് മാത്രം. ഉദാഹരണമായി എനിക്കിവിടെ കൈവീശി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ എൻ്റെ കൈ മറ്റൊരാളുടെ മേൽ തട്ടാൻ പാടില്ല. ആരാൻ്റെ മേൽ സ്പർശിക്കാത്ത വിധം കൈവീശി ഇവിടെ നടക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നതുപോലെ എൻ്റെ രാജ്യത്ത് എനിക്ക് എൻ്റെ മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഓരോ മതവിഭാഗങ്ങൾക്കും ആ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തു എന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത സംസ്കൃതികളും വ്യത്യസ്ത ഭാഷകളുമൊക്കെ വെച്ച് പുലർത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ രാജ്യത്ത് ഒരുപാട് മതജാതി വിഭാഗങ്ങളുണ്ട് എന്നതാണ്.
അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഒരു വിപുലമായ ഭരണഘടനയാണ്. ഏകദേശം 395 പരം വകുപ്പുകളും ഭേദഗതി ചെയ്ത് പല ഭേദഗതികൾ കൊണ്ടുവന്ന് 7000 പരം ഭേദഗതികളൊക്കെ വരുത്തിയ നീണ്ട ഒരു ഭരണഘടന ഏകദേശം നമ്മുടെ രാജ്യത്ത് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത് പൂർത്തീകരിച്ച ഭരണഘടന. ഒരു രാജ്യത്തെ ഭരണഘടനയും നിർദ്ധാരണം ചെയ്തെടുക്കാൻ 2 വർഷം എടുത്തിട്ടുണ്ടാവില്ല. ഇവരെ 2 വർഷവും 11 മാസവും 17 ദിവസവും എന്ന് പറഞ്ഞാൽ 3 കൊല്ലം എടുത്തു നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന തയ്യാറാവാൻ. അതിൻ്റെ മാസത്തിൽ താഴെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ കുറവ്. അത്രമാത്രം പ്രയാസപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ച ഈ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഇത്ര വിപുലവും ഇത്ര കാലമെടുത്ത് ചെയ്തു എന്നതും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ നമുക്ക് മറുപടി കിട്ടുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതവിഭാഗങ്ങളുടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരുപാട് ആളുകൾ, പല ജാതികൾ, കൃത്യമായി പറഞ്ഞാൽ 3000 പരം ജാതികൾ ഇവിടെയുണ്ട്. കണക്കിൽപ്പെടുന്നതും പട്ടികയിൽ പെട്ടതും പെടാത്തതുമായ 25,000 പരം ഉപജാതികളുണ്ട്. നമ്മുടെ രാജ്യത്ത് 8 പ്രധാനപ്പെട്ട മതങ്ങളുണ്ട്. 4 മതം ഇവിടെ ജനിച്ചു വീണ മതമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭാഷകളുണ്ട്. ഞാൻ തന്നെ നേരത്തെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ കയ്യിൽ നിന്നൊരു നോട്ടെടുത്ത് നിങ്ങൾ നോക്കിയാൽ 17 ഭാഷകളിൽ അത് എത്ര രൂപയാണ് എന്ന് ഉല്ലേഖനം ചെയ്തിട്ടുണ്ടാവും. 2 ഭാഷയിൽ വലിയ അക്ഷരത്തിലും ബാക്കി 15 ഭാഷയിൽ ചെറിയ അക്ഷരത്തിലും. ലോകത്തൊരു നോട്ടിലും ഇങ്ങനൊരു ഗതി ഉണ്ടാവില്ല. അത്രമാത്രം ഭാഷകളെ പോലും ദൈനംദിനം മനുഷ്യൻ ഉപയോഗിക്കുന്ന കറൻസിയിൽ രേഖപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ പുതുതായി ഇറക്കിയ 2000 നോട്ടിലും 500 നോട്ടിലും ഒക്കെ ഈ രീതിയിലുണ്ട്. അതിൽ ചില ചെറ്റുകൾ വന്നിട്ടുണ്ട് എന്നിന്ന് പത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭാഷകൾ അതിലുണ്ട്. ഇപ്പൊ 2000 നോട്ടൊക്കെ ആളുകൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട സംഗതിയാണ്. ഇരിക്കട്ടെ, ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ ഈ രാജ്യത്ത് ഇത്രയധികം ഭാഷകളും ഇത്രയധികം ജാതികളും ഉപജാതികളുമുള്ള വ്യത്യസ്ത സംസ്കൃതിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കൾച്ചർ എന്താണ് എന്ന് ഒരാളോട് ചോദിച്ചാൽ അത് ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത് എന്ത് എന്ന ചോദ്യത്തിന് മറുപടി അത് ഒരു ബഹുസ്വരതയാണ്. പലതരത്തിലുള്ള സംസ്കാരങ്ങൾ കൂടിച്ചേർന്നാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഒരു കാശ്മീരിയും ഒരു പഞ്ചാബിയും അതുപോലെ തന്നെ ഒരു ബീഹാരിയും ഒരു മറാഠിയും ഒരു കേരളീയനും ഒരു തമിഴിനുമൊക്കെ നിന്നാൽ അവരെങ്ങനെ നിരത്തി നിർത്തി ഒരു ഫോട്ടോ എടുത്താൽ ഇത് ഏതൊക്കെ രാജ്യത്തു നിന്ന് വന്ന ആളുകളാണ് എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ അവർ മുഴുവൻ ഇന്ത്യക്കാരാണ്. അവരെ മുഴുവൻ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഇന്ത്യ എന്ന ആ വികാരം, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി, അഥവാ വ്യക്തമായി പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിലെ ഏകത്വം. നാനാത്വത്തിലെ ഏകത്വം എന്ന് വേണമെങ്കിൽ പറയാം, ശരിക്കും വൈവിധ്യത്തിലെ ഏകത്വം എന്ന് പറയണം. വിവിധ സംസ്കാരങ്ങളെ ഏകീകരിച്ച് നിർത്തുന്ന ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളോടൊക്കെ നീതി പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ പില്ലർ എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട തൂണുകളാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തിട്ട് നിങ്ങൾ മറിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കാണാൻ കഴിയും, ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ കാണാൻ കഴിയും 4 പ്രധാനപ്പെട്ട പില്ലറിലാണ്, തൂണിലാണ് ഇന്ത്യയുടെ ഭരണഘടന നിൽക്കുന്നത്. ആ 4 പില്ലറുകൾ ജസ്റ്റിസ്, ലിബർട്ടി, കൃത്യമായി മനസ്സിലാക്കണം, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ഇത് 4മാണ് നമ്മുടെ രാജ്യത്തെ താങ്ങി നിർത്തുന്ന, ഭരണഘടനയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, തത്വം. ജസ്റ്റിസ് നീതി, ലിബർട്ടി സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി എല്ലാവർക്കും തുല്യാവകാശം, ഫെർട്ടേണിറ്റി സൗഹൃദം. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇത് 4ഉം പാലിച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണം. നീതി ഇവിടെ പുലരണം, സൗഹൃദം പുലരണം, അതുപോലെ തന്നെ തുല്യതാബോധം ജനങ്ങൾക്ക് ഉണ്ടാവണം. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന മുന്നോട്ട് പോകുമ്പോൾ അതാണ് രാജ്യത്തിന്റെ പ്രത്യേകത. എല്ലാ ജനവിഭാഗങ്ങളെയും കൈകോർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഭരണഘടന. ഈ ഭരണഘടന നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതൊരു മതവിശ്വാസിക്കും അവന്റെ സംസ്കാരം സംരക്ഷിക്കാനുള്ള അധികാരം വേണം. ആ അധികാരം നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എന്നെ കേട്ട് നിൽക്കുന്ന അമുസ്ലിങ്ങളുണ്ടെങ്കിൽ അവൻ അമുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അങ്ങനത്തെ ഇന്ത്യയിൽ ഏക സിവിൽ കോഡും ന്യൂനപക്ഷവും എന്ന വിഷയം സംസാരിക്കുമ്പോൾ എന്താണ് ഏക സിവിൽ കോഡ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ന്യൂനപക്ഷത്തിനെതിലുള്ള പ്രശ്നം എന്താണെന്ന് പിന്നെ നമ്മൾ പഠിക്കണം. ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ യൂണിഫോം സിവിൽ കോഡ്, UCC, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂണിഫോം സിവിൽ കോഡ്, UCC.
യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും ഒരു സ്കൂളിന്റെ ക്യാമ്പസ് അല്ലെങ്കിൽ കോളേജിന്റെ ക്യാമ്പസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽശാലയുടെ ക്യാമ്പസ്. അവിടെ യൂണിഫോം ഉണ്ടാവില്ലായിരിക്കും. യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിൽ അണിയുന്ന വസ്ത്രം. അവിടെ വസ്ത്രമെന്ന വിവക്ഷയില്ല, ഒരേ രീതിയിലുള്ളതിനൊക്കെ യൂണിഫോം എന്ന് പറയും, ഐക്യരൂപ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തിപ്പോൾ തിരങ്ങാടി കോളേജോ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ദാറുഹുദയോ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഏതൊരു സ്ഥാപനമോ പരിശോധിച്ചാൽ ആ സ്ഥാപനത്തിലെ യൂണിഫോമിന് ഒരു കളർ ഉണ്ടാവും. ഏതാണ് ആ കളർ? അത് അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന കളറാണ് നമ്മുടെ യൂണിഫോം എന്ന്. ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ യൂണിഫോം സിവിൽ കോഡാണ്, ഡ്രസ്സല്ല. ഡ്രസ്സ് കോഡാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പൊ സിവിൽ കോഡാണ് പറയുന്നത്. രാജ്യത്തെ സിവിൽ നിയമം യൂണിഫോം ആക്കുക, ഒന്നാക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? ഏത് നിയമമാണ്? ഒരു നിയമം വേണമല്ലോ. ഏത് നിയമമാണ് നമ്മുടെ രാജ്യത്തെ യൂണിഫോം സിവിൽ കോഡായി എല്ലാവർക്കും സ്വീകാര്യമായി വെക്കുക? ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മുടെ രാജ്യത്തെ ഇതിന്റെ ശബ്ദമുയർത്തുന്ന ആളുകളിൽ നിന്ന് തന്നെ പലപ്പോഴായി പുറത്തു വന്നു. ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ സിവിൽ കോഡാണ് നടപ്പാക്കുക. ഭൂരിപക്ഷത്തിന്റെ സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കുമെന്നാണ് അവർ പറയുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിന്റെ സിവിൽ കോഡ് എങ്ങനെ ഇന്ത്യയിൽ നടപ്പാക്കും? രണ്ട് കാരണത്താൽ. ഒന്ന്, ഹിന്ദു സമൂഹത്തിന്റെ സിവിൽ കോഡ് ഒരു മുസ്ലിമിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, മുസ്ലിം അത് സ്വീകാര്യമല്ല. രണ്ട്, ഹിന്ദുക്കൾക്ക് തന്നെ ഒരേ സിവിൽ കോഡിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്ത സിവിൽ കോഡുകളുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത ആചാര രീതി. ഹിന്ദുക്കളിൽ തന്നെ വ്യത്യസ്ത ഭക്ഷണം വ്യത്യസ്തമായി കഴിക്കുന്ന ആൾക്കാരില്ലേ, വസ്ത്രം വ്യത്യസ്തമായി ധരിക്കുന്ന ആൾക്കാരില്ലേ, അവരിൽ തന്നെ വ്യത്യസ്ത ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരില്ലേ, മൃതദേഹം ദഹിപ്പിക്കുന്നവരും മൃതദേഹം കബറടക്കുന്നവരുമില്ലേ. അവ വ്യത്യസ്ത രീതിയിലാണ് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡ് ഹൈന്ദവരുടെ സിവിൽ കോഡാണ് എന്ന് പറയാൻ പറ്റില്ല. ആ സിവിൽ കോഡ് കൊണ്ടുവരുന്ന അവർക്ക് പോലും സ്വീകാര്യമല്ല. അപ്പോൾ പിന്നെ ഭൂരിപക്ഷത്തിലെ ഒരു ന്യൂനപക്ഷത്തിന്റെ സിവിൽ കോഡായിരിക്കും എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കുക. ആ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ മുസ്ലിങ്ങളെ പോലെ ഈ അമുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിന് പ്രശ്നമുണ്ടാവും, ക്രൈസ്തവ സമൂഹത്തിന് എന്തായാലും പ്രശ്നമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തെ പൗരന്മാരെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് അത് എന്ന് ഇതിന്റെ അടിസ്ഥാന തത്വം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഹിന്ദുവിനും സ്വീകാര്യമാകില്ല, മുസ്ലിമിനൊട്ടും സ്വീകാര്യമാകില്ല, ക്രിസ്ത്യാനികൾക്ക് ഒട്ടും സ്വീകാര്യമാകില്ല. ഹിന്ദുക്കളിൽ ഒരു പക്ഷെ ഒരു വിഭാഗത്തിന് സ്വീകാര്യമായി എന്ന് വരും, ബഹുഭൂരിപക്ഷം ആളുകൾക്കും സ്വീകാര്യമായി എന്ന് വരില്ല. ഇതൊന്നുമല്ലാത്ത എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സിവിൽ കോഡ് ആകാശത്തുനിന്ന് ഇറക്കാൻ മാത്രമുള്ള കഴിവൊന്നും ഒരു ഭരണകൂടത്തിനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന് ഒരു പ്രശ്നമായി തോന്നുന്നത്? അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരല്ലേ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളല്ലേ, നിങ്ങൾ എന്തിനാണ് വാശി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സിവിൽ കോഡ് സംരക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്? നിങ്ങൾ എന്താ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്തത്? നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിമിന് പ്രശ്നമുണ്ടാകും, ക്രിസ്ത്യാനിക്ക് പ്രശ്നമുണ്ടാകും, ഹിന്ദുവിന് പ്രശ്നമുണ്ടാകും, എല്ലാ ജാതിക്കും പ്രശ്നമുണ്ടാകും. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന എത്രത്തോളം സ്വീകാര്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുസ്ലിമിന് എന്താണ് ഇതിൽ പ്രശ്നം? മുസ്ലിം ഒരു രാജ്യത്തെ പൗരനാണെങ്കിൽ അവന് രാജ്യത്തെ നിയമം അനുസരിക്കണം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങൾ ഏത് നിയമമാണ് അനുസരിക്കാത്തത്? ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം ഏത് നിയമമാണ് അനുസരിക്കാത്തത്? ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എല്ലാ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമുക്കൊരു വ്യതിരിക്തമായ ക്രിമിനൽ നിയമം വേണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇസ്ലാമിൽ ക്രിമിനൽ നിയമം വ്യക്തമാണ്. കട്ടവനെ എന്ത് ചെയ്യണമെന്നും കൊലപാതകം നടത്തിയവൻ എന്ത് ചെയ്യണമെന്നും വ്യഭിചരിച്ചവനെ എന്ത് ചെയ്യണമെന്നും ഇസ്ലാമിൽ കൃത്യമായ വകുപ്പുണ്ട്. അതിവിടെ നടപ്പാക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് വാശിയോ ദുർവാശിയോ അല്ല. സിവിൽ നിയമങ്ങളും ഇസ്ലാമിൽ ഒരുപാടുണ്ട്. ആ സിവിൽ നിയമങ്ങൾ മുഴുവൻ ഇവിടെ നടപ്പാക്കണം നമ്മൾ പറയുന്നില്ല.
ഇസ്ലാമിലെ നിയമം സമ്പൂർണ്ണമാണ്, ശരീഅത്ത് കൃത്യമാണ്, ശരീഅത്ത് പ്രായോഗികമാണ്. ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നമ്മൾ ഈ ശരീഅത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ചിലർ മനസ്സിലാക്കുന്ന ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത് പോലെയാണ്. വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിന് അപകടമുണ്ടാക്കുമ്പോൾ എന്റെ ഹിന്ദു സുഹൃത്തുക്കൾ പോലും കരുതുന്നു ഈ മുസ്ലിങ്ങൾ എന്തിനാ ഈ ശരീഅത്തിന്മേൽ ഇത്ര വലിയ വാശി പിടിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ ശരീഅത്ത് നിയമം നടപ്പാക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഇനി ശരീഅത്ത് നിയമം മാറ്റാൻ ഒരു ഭരണകൂടത്തിന് കഴിയുകയുമില്ല. ആര് വിചാരിച്ചാലും ശരീഅത്തിലൊരു മാറ്റം വരുത്താൻ കഴിയില്ല. ഞങ്ങൾക്ക് ആശങ്കയില്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ നിയമത്തിൽ ആര് മാറ്റം വരുത്താലും മാറൂല. പിന്നെ ഞങ്ങളീ പറയുന്ന വിഷയം എന്താണ്? ഞങ്ങളീ പറയുന്ന വിഷയം ഭരണഘടനാപരമായ അവകാശം നിങ്ങൾ കവരരുത് എന്നാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഭരണഘടനാപരമായ അവകാശമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാഴ്സിക്കുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്. അതെന്താ? അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സംവിധാനം. അതിന് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മതപരമായ കാര്യങ്ങളിൽ തർക്കം വന്നാൽ, ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഉഭയകക്ഷികൾ ഒരേ മതക്കാരാണെങ്കിൽ, കോടതിയിൽ ചെന്നാൽ അവർക്ക് മതത്തിന്റെ വിധി അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് പരിമിതമായ വിഷയത്തിലേ ഉള്ളൂ. ആ പരിമിതമായ വിഷയത്തിന് കുറെ പ്രത്യേകതകളുമുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതമായ വിഷയമെന്ന് പറയുന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ചില മതവിധികൾ, ഉദാഹരണമായി വിവാഹം, വിവാഹമോചനം, ജീവനാംശം എന്ന് പറയുന്ന മെയിന്റനൻസ്, മഹർ, രക്ഷാകർതൃത്വം, സ്ത്രീകളുടെ സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, വഖഫ്, ദാനം, ട്രസ്റ്റ്. പിന്നെ ഇതിന്റെ ചില അനുബന്ധങ്ങൾ, ഇപ്പൊ വിവാഹമോചനത്തിന്റെ തൊലാഖും, ഫസ്ഖും, ഖുൽഉം, മുബാറത്തും പോലുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിരലിൽ ഒതുക്കി പറയാവുന്ന ചില പരിമിതമായ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം അനുസരിച്ച് തർക്കം വന്നാൽ കോടതിയിൽ തീർപ്പ് കൽപ്പിക്കാൻ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനാണ് മുഹമ്മദൻ ലോ, അതല്ലെങ്കിൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്നാണ് അതിന് പറയാം. ഇത് 937 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച നിയമമാണ്. അത് തന്നെ മതത്തിന്റെ വിധികൾ ശരിക്ക് ക്രോഡീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ഒരു നിയുക്ത രേഖ മുമ്പിലുണ്ട്. അത് വെച്ചിട്ടേ വിധിക്കാൻ പാടുള്ളൂ. മതപരമായ വിധി കൊടുക്കണമെന്ന് പറയുമ്പോൾ തൊലാഖിന്റെ മസല നോക്കിയിട്ട് ജഡ്ജി വിധിക്കാൻ പാടില്ല. ഒരു പുതിയ മസല കണ്ടെത്തി ജഡ്ജി സമൂഹത്തോട് പറയാൻ പാടില്ല. അത് കിതാബിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജഡ്ജി പറയേണ്ടത് ഈ മസലകളൊക്കെ ക്രോഡീകരിച്ച് അതിനൊരു രേഖാപരമായ ഒരു അടിസ്ഥാന പുസ്തകം അവരെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത് അതനുസരിച്ച് വിധിക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാണ്? ഓരോ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിന് ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ ഹനഫികളാണെങ്കിൽ അവർക്ക് അൽഹിദായ ഫിൽ ഫുറൂ എന്ന ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് വിധി കൊടുക്കും. അൽഹിദായ എന്ന് പറയുന്ന ഷെയ്ഖ് ബുർഹാനുദ്ദീൻ അലിയുടെ ഗ്രന്ഥമാണ്. അതിന് ഹാമിൽട്ടൺ തയ്യാറാക്കിയ പരിഭാഷന്റെ മേശപ്പുറത്ത് ജഡ്ജിയുടെ ആ പരിഭാഷ വെച്ച് ജഡ്ജി വിധിക്കണം. ഒരു ഹനഫി കേസ് വന്നാൽ, ഷാഫികളുടെ ഒരു പ്രശ്നം കോടതിയിൽ വന്നാലോ അവർ കൃത്യമായി മിൻഹാജ് അനുസരിച്ച് വിധി കൊടുക്കണം. മിൻഹാജിന്റെ പരിഭാഷ മേശപ്പുറത്തുണ്ടാവും. മിൻഹാജിന്റെ മുഴുവൻ പരിഭാഷയല്ല, മിൻഹാജിൽ ഇപ്പറയപ്പെട്ട ഞാൻ നേരത്തെ എണ്ണിയ വിരലിലെണ്ണിയ ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാം പറയുന്നത് തർക്കമുണ്ടായാൽ. ഷിയാക്കളാണെങ്കിൽ നജമുദ്ദീൻ ജഅഫർ ബിൻ മുഹമ്മദിന്റെ ഷറായുൽ ഇസ്ലാം എന്ന ഗ്രന്ഥം, ഹില്ലി എന്നാണ് അദ്ദേഹത്തെ അറിയാം. ഹില്ലിയുടെ ഗ്രന്ഥം എന്നാ പറയാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട്. മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ആലംഗീറിന്റെ കൽപ്പന പ്രകാരം പണ്ഡിതന്മാർ എഴുതി തയ്യാറാക്കിയ ഫതവ ആലംഗീരി ഉണ്ട്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വെച്ച് തീർപ്പ് കൽപ്പിക്കണം എന്ന് കൃത്യമായി കോടതിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതാണ് 937 ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച മുഹമ്മദൻ ലോ അഥവാ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഒരു മുസ്ലിമിന് അവന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കം വന്നാൽ കോടതിയിൽ നിന്ന് വിധി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ബഹളങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, ഇത് മുസ്ലിമിന് മാത്രം ബാധകമാണ്. മുസ്ലിമിന് മാത്രമേ ഇത് ബാധകമാവൂ, വേറൊരാൾക്കും ഇത് ഹാനിയാകുന്നില്ല. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് മുസ്ലിങ്ങൾക്ക് മാത്രമേ ബാധകമാവൂ. ഇനി ഒരു മുസ്ലിമിന് ഇത് വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം ഒരുത്തൻ നമ്മളെ കൂട്ടത്താവൻ പറയും, എനിക്ക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഒന്നും വേണ്ട, ഞാനൊരു പൊതു മുസ്ലിമാ, ദേശീയ മുസ്ലിമാ എന്ന് പറഞ്ഞ് അവനവന്റെ പാട്ടിന് പോകാനുള്ള സൗകര്യമുണ്ട്. അവൻ ഇത് വേണ്ടെന്ന് വെക്കാനും അവന്റെ പാട്ടിന് പോകാനുള്ള സൗകര്യമുണ്ട്. 3, ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമേ ഇതുണ്ടാവൂ. ഞാനും ഒരു ഹിന്ദുവും തമ്മിൽ തർക്കമുണ്ടായാൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ബാധകമല്ല. ഞാനും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ തർക്കമുണ്ടായാൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ബാധകമല്ല. അപ്പൊ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ബാധകമാകണമെങ്കിൽ 2 കാര്യമുണ്ട്. 1, ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാവണം. 2,
ഈ പറയപ്പെട്ട വിഷയത്തിലുള്ള തർക്കം മാത്രമായിരിക്കണം. ഒരു ഹിന്ദുവിനെ കൊന്നിട്ടോ ഒരു മുസ്ലിമിനെ തന്നെ കൊന്നിട്ടോ കോടതി ചെന്നിട്ട് എനിക്ക് ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് വേണമെന്നുള്ള നടക്കൂല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വിവാഹമോചനം, തൊത്തവകാശം, അനന്തരാവകാശം, വഖഫ്, ട്രസ്റ്റ് മുതലായ കാര്യങ്ങളിൽ രണ്ട് മുസ്ലിങ്ങൾ തർക്കിച്ചാൽ, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തർക്കിച്ചാൽ, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തർക്കിച്ചാൽ, കോടതിയിൽ ചെല്ലുമ്പോൾ അവർ ഷിയാണോ സുന്നിയാണോ നോക്കും, സുന്നിയിൽ തന്നെ ഏതാണ് നോക്കും, അതനുസരിച്ച് വിധി കൊടുക്കും. അത് തന്നെ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ന് വരെ ഒരു അമുസ്ലിമിനും ഈ വിഷയത്തിൽ പരാതിയില്ല. ഇന്നേ വരെ ഒരു അമുസ്ലിമും ഈ വിഷയത്തിൽ പരാതിപ്പെട്ടിട്ടില്ല. ഒരു അമുസ്ലിമിന് പരാതി ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അപ്പൊ നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ അവകാശം അങ്ങ് എടുത്തു നീക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മിൽ പലരും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ചിലര് ചോദിക്കാറുണ്ട്, ഏകസ്വീകരണം കൊണ്ട് വന്നപ്പോ എന്താ പ്രശ്നം, നമുക്ക് മുസ്ലിമായി ജീവിച്ചാൽ പോരെ? എങ്ങനെ ജീവിക്കും? അവിടെയാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ ഉദാഹരണം. ഇസ്ലാമിക നിയമപ്രകാരം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്ത ഉദാഹരണം. ഞാനൊരു ഭാര്യയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വധവിധി പ്രകാരം വിവാഹം കഴിച്ചു. എന്തോ ഒരിക്കലും മെനങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിവാഹമോചനം നടത്തി, തൊലാക്ക് ചൊല്ലി രേഖയുണ്ടാക്കി പള്ളിയിലുണ്ട്. അങ്ങനെ ഈ രാജ്യത്ത് ഇന്ന് ഒരു പ്രശ്നം വരുമ്പോൾ ഇവൾ എന്റെ ഭാര്യയല്ല എന്ന് തെളിയിക്കാൻ ഈ കടലാസ് മാത്രം മതി. കോടതിക്ക് അത് സ്വീകാര്യമാണ്. സാക്ഷികൾ മുഖേന തൊലാക്ക് ചൊല്ലിയ രേഖ കോടതി പ്രൊസീഡിംഗ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കോടതി പറയും അവൾ ഭാര്യയല്ല, തൊലാക്ക് അംഗീകരിക്കും. ഏക സിവിൽ കോഡ് വന്നുകൊണ്ടിരിക്കുക. ഏക സിവിൽ കോഡ് വന്നാൽ ഈ മുഹമ്മദ് ലോ അപ്രസക്തമായി, എല്ലാവർക്കും ഒരു നിയമമാണ്. പിന്നെ ഈ തൊലാക്ക് കോടതിയിൽ അംഗീകരിക്കൂല. ഉദാഹരണമായി, ഞാൻ വിവാഹം കഴിച്ച ഈ സ്ത്രീ, അവളെ വിവാഹമോചനം നടത്തി അവർ വേറിട്ട് ജീവിതം നയിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ വേറെ വിവാഹം കഴിച്ചു, എനിക്ക് മക്കളുണ്ടായി, ഞാൻ മരണപ്പെട്ടു. എന്റെ മക്കൾക്ക് എന്റെ സ്വത്ത് വീതം വെച്ചെടുക്കാൻ ഇസ്ലാമികമായ അവകാശമുണ്ട്. അങ്ങനെ അവർ സ്വത്ത് വീതം വെക്കുമ്പോൾ ഈ പെണ്ണ് വന്നിട്ട് പറയുന്നു, ഞാൻ ഇയാളെ ഭാര്യയായിരുന്നു, എനിക്ക് അവകാശമുണ്ട്. അപ്പൊ എന്റെ മക്കൾ പള്ളിയിൽ നിന്ന് ഞാൻ തൊലാക്കില്ലേ രേഖ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്, ബാപ്പ ഇത് തൊലാക്ക് ചെല്ലിയിട്ടുണ്ട്, ഈ പെണ്ണ് ബാപ്പാന്റെ ഭാര്യയല്ല എന്ന് പറയുമ്പോൾ ഇവര് വാദിക്കെന്താ? ഇവിടെ പറഞ്ഞു ഞാൻ നിയമപരമായ ആളുടെ ഭാര്യയാണ്. കോടതി നമ്മളോട് ചോദിക്കുന്നത് തെളിവാണ്. തൊലാക്കിന്റെ രേഖ കോടതിയിൽ സ്വീകരിക്കില്ല, കാലം കഴിഞ്ഞു, ഏക സിവിൽ കോഡാണ്, തൊലാക്കൊന്നും കോടതിയിൽ സ്വീകരിക്കില്ല. കോടതിയിൽ വന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിവാഹമോചനത്തിന് അപേക്ഷ കൊടുത്ത് പിരിഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെയോ ഭർത്താവ് ഭാര്യയുടെയോ കുറവുകൾ ബോധ്യപ്പെടുത്തി നിശ്ചിത കാലം കാത്തിരുന്ന് നിയമപ്രകാരം പിരിഞ്ഞിട്ടുണ്ടോ, അതിന്റെ രേഖ ഉണ്ടോ എന്ന് കോടതി ചോദിക്കും. നമ്മുടെ കയ്യിലുണ്ടാവില്ലല്ലോ, എന്റെ മക്കളുടെ കയ്യിലുണ്ടാവില്ല. കാരണം നിയമപ്രകാരം തൊലാക്കിന്റെ രേഖ അവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ കോടതി പറയും ഇവൾ ഭാര്യയാണ്, അവൾക്ക് അവകാശം കൊടുക്കണം. കൊടുക്കാൻ പറ്റുമോ? ഒരു പ്രശ്നം നാളെ വരാൻ പോകുന്നതിന് നിങ്ങൾ എന്ത് മറുപടി പറയുന്നു? നമ്മുടെ വഖഫ് സ്വത്ത്, നമ്മുടെ വഖഫ് ഭൂമി, വഖഫിന്റെ നിയമം ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിലുണ്ട്. ഇന്ന് വഖഫ് ഭൂമി ആര് കൈയേറിയാലും ശരി, വഖഫ് ബോർഡിന് പരാതി കൊടുത്താൽ കമ്മിറ്റി ഒരു പൈസയും ചെലവാക്കേണ്ട, വഖഫ് ബോർഡ് കേസ് നടത്തി കയ്യിൽ തരും സാധനം. നാളെ വഖഫിന് പ്രസക്തി ഉണ്ടാവില്ല, വഖഫ് ഭൂമിക്ക് പ്രസക്തി ഉണ്ടാവില്ല. ആ വഖഫ് ഭൂമി നിങ്ങൾ മയ്യത്ത് വെക്കാൻ വാങ്ങിയതാണെങ്കിൽ അതിൽ മയ്യത്ത് വെച്ചു, തൊട്ടടുത്ത ഒരാൾ പോയി പരാതിപ്പെട്ടു, മയ്യത്ത് അവൾ വെക്കുന്നത് കൊണ്ട് ഭൂമിയിൽ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മയ്യത്ത് വെക്കുന്നത് നിരോധിക്കണം എന്ന് പറഞ്ഞു. കോടതിയിൽ കേസായി. ഇന്ന് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിൽ ഈ മയ്യത്തും പ്രശ്നമൊന്നും ബാധകമല്ലെങ്കിലും പള്ളിയിൽ മയ്യത്ത് കബറടക്കുന്നോ മറ്റുമൊന്നും നിയമത്തിന്റെ ഭാഗമല്ല. എങ്കിൽ പോലും ഏക സിവിൽ കോഡ് വന്നാൽ കോടതി ചോദിക്കും, നിങ്ങൾ എന്തിനാ മയ്യത്ത് കൊണ്ടുപോയി ആ സ്ഥലത്ത് അടക്കം ചെയ്യുന്നത്? നമ്മൾ പറയും അത് ഞങ്ങളുടെ മതവിധിയാണ്, ഞങ്ങളുടെ മതമനുസരിച്ച് മയ്യത്ത് അടക്കം ചെയ്യണം. അപ്പൊ കോടതി പറയും അങ്ങനെ ഒരു മതത്തിന്റെ അവകാശം ഇവിടെ ഇല്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്, നിങ്ങൾ വേണമെങ്കിൽ പരിസ്ഥിതി പ്രശ്നം ഇല്ലാതാക്കാൻ കത്തിച്ചോ എന്ന് പറയും. നിങ്ങൾ കത്തിക്കോ മയ്യത്ത്? നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റുമോ? നാളെ വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഒരു നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കായിട്ട് മയ്യത്ത് അങ്ങനെ കുഴിയിൽ വെക്കാൻ അനുമതി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലി കോടതിയിൽ പോയി ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സമയമെടുക്കും. കോടതിയിൽ പോയി ഈ വിഷയം വാദിച്ചപ്പോൾ കോടതി പറയുന്നു ഇവിടെ ഭാര്യയാണ്, നിനക്ക് അവളെ തൊലാക്ക് ചെല്ലാൻ അവകാശമില്ല എന്ന് കോടതിയിൽ ഒരു ജഡ്ജി കണ്ടെത്തിയാലോ അവളെ കൊണ്ടുവന്ന് താമസിപ്പിക്കേ. ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു. തൊലാക്കിന്റെ വാചകം ഉച്ചരിച്ച് പെണ്ണ് പുറത്തായാൽ ആ പെണ്ണുമായി പിന്നെ അവൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? അത്ര ഗൗരവമുള്ള മതപരമായ പ്രശ്നം വരില്ലേ? ഞാനും എന്റെ പെങ്ങളും തമ്മിൽ സ്വത്ത് വീതത്തിൽ തർക്കിച്ചു. സഹോദരിക്ക് എത്ര ഇസ്ലാമിൽ നിയമമുണ്ട്, സഹോദരന്റെ നിയമം എത്രയുണ്ട്, അമ്മാക്ക് എത്രയുണ്ട്. അങ്ങനെ ആ ഖുർആനാണത് പറഞ്ഞത്, അതൊരു ജഡ്ജി പറഞ്ഞതല്ല, അതൊരു മനുഷ്യൻ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സ്വത്ത് വീതിക്കേണ്ട വിധം ആയത്തിൽ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഫുഖഹാ തയ്യാറാക്കിയ വിധി അനുസരിച്ചുകൊണ്ട് നമ്മൾ സ്വത്ത് വീതിക്കും. ഒരു പെണ്ണ് പോയിട്ട് പറഞ്ഞു എനിക്കങ്ങനെ പറ്റില്ല, എനിക്ക് ആങ്ങൾക്ക് കൊടുത്ത് അത്രയും തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ
മുസ്ലിം ആണെങ്കിൽ കോടതിയിൽ നോക്കുന്ന എന്താ? ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിൽ എങ്ങനെയാ? ആങ്ങൾക്കെത്ര, പെങ്ങൾക്കെത്ര, ഉപ്പാക്കെത്ര, ഉമ്മാക്കെത്ര കൃത്യമായി ചോദിക്കും. അതനുസരിച്ച് രേഖ അനുസരിച്ച് വിധിക്കും. ഏക സിവിൽ കോഡ് വന്നാലോ? ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ എല്ലാവർക്കും സ്വത്ത് എങ്ങനെയാണ് വീതിക്കുന്നത്? ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും എല്ലാവർക്കും ഒരേ നിയമമായിരിക്കും. നമുക്കത് പറ്റുമോ? നമുക്കത് പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എങ്ങനെ സ്വത്ത് വീതിക്കാൻ പറഞ്ഞോ അങ്ങനെ തന്നെ വീതിക്കാൻ പറ്റൂ. അവൻ മതവിധി പാലിക്കാൻ കഴിയാത്ത ഹറാമ് തിന്നേണ്ട ഗതി വരും, ഹറാമ് ചെയ്യേണ്ട ഗതി വരും എന്നൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ജീവിതം ദുസ്സഹമാകും, ഇസ്ലാമിക ജീവിതം ദുസ്സഹമാകും. ഇസ്ലാമിക ജീവിതം ദുസ്സഹമാകാൻ ഈ സാഹചര്യം എങ്ങനെ ഉണ്ടാകും രാജ്യത്ത്? അവിടെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് മതം തന്ന, നമുക്ക് ആ ഭരണഘടന തന്ന ഈ രണ്ട് അവകാശങ്ങളും നഷ്ടപ്പെടും. മതപരമായി പാലിക്കേണ്ട ഭരണഘടന അനുശാസിക്കുന്ന അധികാരം നഷ്ടപ്പെടും. നമ്മുടെ ഭരണഘടന നമുക്ക് എന്ത് അവകാശമാണ് നൽകിയിട്ടുള്ളത്? അതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന അവകാശം എന്താ? ആർട്ടിക്കിൾ 25 25-ാം വകുപ്പ്. ഈ 25-ാം വകുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയുടെ 25-ാം വകുപ്പ് എന്ന് പറയുമ്പോൾ 25 മുതൽ 29 വരെയുള്ള വകുപ്പുകൾ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. 25 മുതൽ 29 വരെയുള്ള ഭരണഘടനാ വകുപ്പുകൾ ഫണ്ടമെന്റൽ റൈറ്റ്. ഒന്നുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ മൗലികാവകാശം. ഈ അവകാശത്തെ പോലെ മറ്റൊരവകാശം ഭരണഘടനയിൽ ഇത് മൗലികമാണ്. മൗലികമെന്ന് പറഞ്ഞാൽ ആർക്കും അത് മാറ്റാൻ അധികാരമില്ല. അതിനെ അപ്രസക്തമാക്കുന്ന നിയമം ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. 25-ാം വകുപ്പിനെ കുറിച്ച് അതിന്റെ ആമുഖത്തിൽ ഭരണഘടനാ വിചക്ഷണന്മാർ പറയുന്നു, The Article 25 is one of the pillars of fundamental rights guaranteed by the Constitution. Guaranteed by the Constitution. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ഒരു പില്ലർ, ഒരു പ്രധാനപ്പെട്ട തൂണാണ് 25-ാം വകുപ്പ്. അപ്പൊ 25-ാം വകുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അതിൽ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ 25-ാം വകുപ്പിൽ പറയുന്ന കാര്യം എന്താ? ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. എല്ലാ വ്യക്തികൾക്കും അവനവന്റെ മനസാക്ഷിക്കനുസരിച്ചൊരു വിശ്വാസം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് മുസ്ലിം ആകാം, ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാകാം, ബുദ്ധനാകാം, ജൈനനാകാം, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. രാജ്യത്തിന്റെ പ്രത്യേകത. നമ്മൾ ഇന്നദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം തെരഞ്ഞെടുത്തു. അപ്പൊ നമ്മുടെ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട മതം അത് ഈ രാജ്യത്തുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നു ആൻഡ് ദ റൈറ്റ്. റൈറ്റ് എന്നാണ് പറയുന്നത്. റൈറ്റ് എന്ന അവകാശം, ഔദാര്യമല്ല, ആരുടെ ഔദാര്യമല്ല. ആൻഡ് ദ റൈറ്റ് ഫ്രീലി ടു പ്രൊഫേഴ്സ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലിജിയൻ. ഫ്രീലി ടു പ്രൊഫേഴ്സ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ്. വിശ്വസിക്കുവാനും അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വതന്ത്രാധികാരം. ഫ്രീലിയാണ്, സ്വതന്ത്രമായിട്ട്. ഒരാളുടെയും ഔദാര്യമല്ല. രണ്ട് പദം ശ്രദ്ധേയമാണ്. ഫ്രീലി. ഫ്രീലി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട്. പിന്നെ റൈറ്റ്, അധികാരമാണ്, അവകാശം. അപ്പൊ സ്വതന്ത്രമായൊരു അവകാശമാണ് നമുക്ക് മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും. അതിലാരും കൈകടത്താൻ പാടില്ല. നമ്മൾ മതേതരത്വത്തെ അംഗീകരിക്കുന്നത് 25-ാം വകുപ്പിനെ കണ്ടിട്ടാണ്. എന്ത് മതേതരത്വം ഇന്ത്യ സ്വീകരിച്ചാലും ഓരോരുത്തർക്കും അവനവന്റെ മതമനുസരിച്ച് വിശ്വസിക്കുക, അനുഷ്ഠിക്കുക, പ്രചരിപ്പിക്കുക. ഇത് മൂന്ന് മതിയല്ലോ. ഇസ്ലാമിനെ വിശ്വസിക്കാം, നിസ്കരിക്കാം, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാം, മതി. ഈ അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. ഇത് നിഷേധിക്കാൻ പാടില്ല. നിഷേധിച്ചാൽ കോടതിയിൽ പോകാം. ഇത് നിഷേധിച്ചാൽ കോടതിയിൽ പോയിട്ട് പറയാം, ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് കോടതി ഇത് പുനഃസ്ഥാപിച്ചു തരും. പുനഃസ്ഥാപിച്ച് തരണം. അതിനാണ് കോടതി. ആ കോടതിയുടെ ചുമതല അതാണ്. കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയത്തൊക്കെ തിരിച്ചു മറിച്ചിട്ട് ഇഷ്ടപ്പെട്ടവരെ ജഡ്ജിയാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അപകടം ഉണ്ടാവും. അവിടെ വരെ കൈവച്ചു ഭരണകൂടം. അത് അപകടമാണ്. ജഡ്ജിമാരുടെ നിയമനത്തെ വരെ കൈവച്ചത് വെറുതെ അല്ല, ഭരണഘടന അനുസരിച്ച് നമുക്ക് സ്ഥാപിച്ചു കിട്ടും. മാത്രമല്ല ഇത് നിഷേധിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയുടെ 29-ാം വകുപ്പ് പറയുന്നു. 25-ൽ തുടങ്ങി 29-ൽ അവസാനിക്കുന്ന വകുപ്പാണ്. അതിൽ 25-ആണ് തുടക്കം. 29-ൽ എന്താ പറയുന്നത്? പിന്നെ അതിന്റെ ബാക്കി കൂട്ടി വായിച്ചാൽ പോരെ. 29-ൽ പറയുന്നു, എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട്. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മേഖലയിലോ എവിടെയെങ്കിലുമോ താമസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത എന്താ? ദർ ഓഫ് ഹാവിംഗ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഓർ ഇറ്റ്സ് ഓൺ, ഓഫ് ഇറ്റ്സ് ഓൺ. പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരാൾക്ക് ദർ ഓഫ് ഹാവിംഗ് എ ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ. സ്വന്തമായ ഒരു സംസ്കാരം, ലിപി, സ്വന്തമായ ഭാഷ,
സ്വന്തമായി അവർക്കൊരു ഭാഷ ഉണ്ട്, സ്വന്തമായി അവർക്കൊരു സംസ്കാരമുണ്ട്, സ്വന്തമായി അവർക്കൊരു ലിപിയുണ്ട്, ഒക്കെ നമുക്കുണ്ട്. നമുക്ക് അറബി ഭാഷയുണ്ട്, നമുക്ക് അറബി ലിപിയുണ്ട്, നമുക്ക് ഇസ്ലാമിക സംസ്കാരമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ രാജ്യം, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ, അങ്ങനത്തെ ഒരു അവകാശം ആളുകൾ ഉണ്ടെങ്കിൽ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം. ഷാൽ ഹാവ് ദ റൈറ്റ്. ഭരണഘടന പറയുന്നത് അവർക്കൊരു അവകാശമുണ്ട്, കൺസേർവ് ദ സെയിം. ആ ഭാഷ, ആ സംസ്കാരം, ആ ലിപി അത് സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട്. റൈറ്റാണ്. അപ്പൊ അതാരും കവരാൻ പാടില്ല. ഈ അവകാശം, ഈ രണ്ട് വാചകങ്ങൾ കൂട്ടി വായിക്കുമ്പോ ഏക സിവിൽ കോഡ് നടപ്പാക്കിയാൽ നമ്മുടെ സംസ്കാരം തകരും. നമുക്ക് മുഹമ്മദ് ലോ അനുസരിച്ച് വിധി കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ പിന്നെ ഒരു മുസ്ലിമിന്റെ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, മഹർ, ഫസ്ഖ്, ഖുൽഅ് മുതലായ കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരും. ഇതിന് ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവ് ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അത് സത്യമാണ്. ഉള്ള സത്യം സത്യം പോലെ പറയണല്ലോ. നമ്മുടെ ഭരണഘടനയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കാൻ വരരുത്. ഭരണഘടനയിൽ അത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയുടെ 44ാമത്തെ വകുപ്പാണ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒന്നിച്ചുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഒരു സിവിൽ കോഡ് നടപ്പാക്കാൻ രാജ്യം ബാധ്യസ്ഥമാണ്, ഒരു പൊതു നിയമം നടപ്പാക്കാൻ. ഇത് നമ്മുടെ ഭരണഘടനയുടെ 44ാം വകുപ്പാണ്. മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം തന്നത് 25ാം വകുപ്പാണ്. എന്താ 25ാം വകുപ്പും 44ാം വകുപ്പും തമ്മിൽ വ്യത്യാസം? 25ഉം 44ഉം തമ്മിൽ രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താ? 25ാം വകുപ്പ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അടിസ്ഥാന തത്വമാണ്, നഷ്ടപ്പെട്ട കോടതിയിൽ പോകാം, ആർക്കും തിരുത്താൻ പാടില്ല. എന്നാൽ 44ാം വകുപ്പോ? 44ാം വകുപ്പ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം എന്നാണ് അതിന്റെ അർത്ഥം. മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയാൽ നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. 25ാം വകുപ്പ് ഒരിക്കലും അത് മാറ്റി തിരുത്താൻ പാടില്ല എന്നും 25ാം വകുപ്പ് നിലനിൽക്കണം, 45ാം വകുപ്പ് നടപ്പാക്കിയാൽ നല്ലതാണ്. നമ്മൾക്ക് വേഗം മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് വാജിബുമാണ്, ഒന്ന് സുന്നത്തുമാണ്. വാജിബ് കളഞ്ഞിട്ട് സുന്നത്തെടുക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ ഭരണഘടനയിലെ 44ാം വകുപ്പ് മാത്രമല്ല മാർഗനിർദ്ദേശം, അത് മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയിൽ മാർഗനിർദ്ദേശം എന്ന് പറയുന്ന 44 മാത്രമല്ല. നമ്മുടെ ഭരണഘടനയിൽ 36 മുതൽ 51 കൂടിയ 16 വകുപ്പുകൾ മാർഗനിർദ്ദേശമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതറിയാത്ത ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പത്രക്കാർ പലരും എഴുതുന്നു, പലരും പ്രസംഗിക്കുന്നു, പലരും അപകടം ഉണ്ടാക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് 36 മുതൽ 51 കൂടിയ 16 എണ്ണമാണ്. ഒന്ന് മാത്രമല്ല, ഒരു 44 മാത്രമല്ല. ഈ 16 എണ്ണത്തിൽ 44 മാത്രം കടിച്ചു തൂങ്ങാൻ പോകുന്ന എന്തിനാ? 44 മാത്രം കടിച്ചു തൂങ്ങുന്ന എന്തിനാണ്? മാത്രമല്ല 44 കടിച്ചു തൂങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് രാജ്യം പുരോഗമിപ്പിക്കുമ്പോൾ നടപ്പാക്കേണ്ടതാണ്. അതിനെന്താ തെളിവ്? വ്യക്തമായ തെളിവുണ്ട്. നമ്മുടെ രാജ്യത്തൊരു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് 44ാം അനുച്ഛേദത്തിൽ പറഞ്ഞപ്പോ ആ ഭരണഘടനാ വശം വായിച്ച് കേൾപ്പിച്ച് അംഗീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ബഹുമാന്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ടല്ലോ, ഹസ്രത്ത് മൊഹാനി ഉണ്ടല്ലോ, അതുപോലെ പ്രഗത്ഭരായ ചിന്തകന്മാരും ബുദ്ധിജീവികളും ഉണ്ടല്ലോ. അന്നത്തെ മുസ്ലിം നേതാക്കൾ, ഇസ്ലാമിക ബോധമുള്ള മുസ്ലിം നേതാക്കൾ പറഞ്ഞു, 44ാം വകുപ്പ് മാർഗനിർദ്ദേശകം ആ തത്വമായി ചേർക്കുകയാണെങ്കിലും അതിന്റെ ചുവട്ടിൽ ഒരു ഉപവകുപ്പ് ചേർക്കണം. 44ന്റെ ചുവട്ടിൽ ഒരു ഉപവകുപ്പ് ചേർക്കണം. ആരാ പറയുന്നത്? ഹസ്രത്ത് മൊഹാനിയും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും. എന്നിട്ട് അവര് നിർദ്ദേശിച്ച് അവരൊരു ഭേദഗതി കൊണ്ടുവന്ന് വായിച്ചു സദസ്സിൽ. അവര് വായിച്ച ഭേദഗതി ചരിത്ര പുസ്തകത്തിലുണ്ട്. അവര് പറഞ്ഞു 44ാം വകുപ്പാകുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന നിർദ്ദേശം ഭരണഘടനയിൽ നിലനിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ എടുത്തു നീക്കണം, അത് നിലനിർത്തുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന ഈ ഒരു ക്ലോസും കൂടി അതിൽ ചേർക്കണം. എന്താണ് ആ ക്ലോസ് എന്ന് ആരാഞ്ഞു. അവരാ സഭയിൽ എഴുതി വായിച്ചു. അവർ വായിച്ചത് ഇപ്രകാരമാണ്, ചരിത്ര പുസ്തകത്തിലുണ്ട്: പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച്ഡ്. പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച്ഡ്. വ്യക്തി നിയമങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല.
ഓരോ മതത്തിനും അനുവദിച്ചു കൊടുത്ത വ്യക്തി നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ സമുദായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടല്ലാതെ, ഒരു സമുദായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടല്ലാതെ പേഴ്സണൽ ലോ മാറ്റാൻ പാടില്ല. അപ്പൊ മുസ്ലിങ്ങളൊക്കെ പറയണ മാറ്റിക്കൊള്ളി, എന്നാ കുഴപ്പമില്ല. കമാലാത്ത തുർക്കൊക്കെ തുർക്കിയിൽ എന്തൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെ ലോകത്ത് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് മാറ്റണമെന്ന് പറയാത്ത കാലത്തോളം അത് മാറ്റാൻ പാടില്ല എന്ന് എഴുതി വെക്കണമെന്ന് കായികമില്ലത്ത് ശക്തിയായി വാദിച്ചു. കായികമില്ലത്തിനെ പലരും പിന്തുണച്ചു. പക്ഷെ അംബേദ്കർ തള്ളി. അംബേദ്കർ തള്ളിയപ്പോൾ ഇവർ വിട്ടുകൊടുത്തില്ല. വാഗ്വാദമുണ്ടായപ്പോൾ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നത്? ഈ വിഷയത്തിൽ വാശി പിടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഭരണഘടനയിലെ 13(2) ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിക്കെത്തില്ല, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നതിന് അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ട് ബാക്കി പ്രസംഗിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ബാക്കി തങ്ങളുടെ പ്രസംഗത്തിന് ശേഷം പറയും. കാരണം നിങ്ങൾക്ക് നല്ല തിരക്കുണ്ടാവും, എനിക്കറിയാം. ചുരുക്കത്തിൽ അന്ന് അവർ പറഞ്ഞത് പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച്ഡ് എക്സെപ്റ്റ് വിത്ത് പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി ചേർക്കണമെന്ന് പറഞ്ഞു. ചേർക്കില്ല എന്ന് പറഞ്ഞു അംബേദ്കർ തള്ളിയിട്ട് ശരിക്കും ശ്രദ്ധിക്കണം. അംബേദ്കർ അതിന് പറഞ്ഞ മറുപടി, നിങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യം എന്താ? നിങ്ങൾ എന്തിനാ ആശങ്കപ്പെടുന്നത്? നിങ്ങൾക്ക് ആശങ്ക നിങ്ങളെ മതപരമായ അവകാശം പോകുന്നുള്ളതല്ലേ? നിങ്ങളെ മതപരമായ അവകാശം പോകുന്നു പേടിക്കേ വേണ്ട. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് എന്താ? അതിന്റെ കാരണം ഭരണഘടനയിൽ ഇപ്പോഴും നിലവിലുള്ള 13(2). നമ്മുടെ ഭരണഘടനയിൽ 13(2) എന്താ? നമ്മുടെ ഭരണഘടനയിൽ 13(2) നമ്മുടെ ഭരണഘടനയിലെ 13-ാം അനുച്ഛേദം 2-ാം ഉപവകുപ്പിൽ പറയുന്നു, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ലോ. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ലോ. രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റൂല which takes away or abids the rights conferred in this part. 25-ാം വകുപ്പിന്റെ വിശകലനത്തിനാണ് ഈ പറയുന്നത്. ഈ വകുപ്പിൽ മൗലികമായി പറഞ്ഞ കാര്യങ്ങളുടെ അവകാശത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുകയോ അതിനെ അപ്രസക്തമാക്കുകയോ ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പറ്റൂല. 25-ാം വകുപ്പ് മൗലികാവകാശം അതിനെ അപ്രസക്തമാക്കുന്ന ഒരു നിയമവും ലോകത്ത് കൊണ്ടുവരാൻ, നമ്മുടെ ഭരണഘടനയിൽ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റില്ല. പറഞ്ഞു നോക്ക്, വിച്ച് ടേക്സ് അവേ, അപ്രസക്തമാക്കുക, ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അബ്രിഡ്ജ്, കുറവ് വരുത്തുക. നമ്മുടെ 25-ാം വകുപ്പിൽ അഥവാ മതാവകാശത്തിൽ കുറവ് വരുത്തുകയോ അതിനെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് പറയുന്നു, ആൻഡ് എനി ലോ മെയ്ഡ്, ഏതെങ്കിലും നിയമം നിർമ്മിക്കപ്പെട്ടാൽ ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദിസ് ക്ലോസ്, നമ്മുടെ 25-ാം വകുപ്പ് അഥവാ മൗലികാവകാശത്തിന് വിരുദ്ധമായി വല്ല നിയമവും കൊണ്ടുവന്നാൽ, ഏതെങ്കിലും ഭ്രാന്ത ഗവൺമെന്റ് വന്നിട്ടാണ് കൊണ്ടുവന്നു വിചാരിക്കുക, നോട്ട് മാറ്റിയ മാതിരി പിറ്റേന്നാണ് പ്രഖ്യാപിച്ചു വിചാരിക്കുക, അങ്ങനെയൊക്കെ വരാലോ. അങ്ങനെ ആരെങ്കിലും ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നാൽ ഷാൽ ടു എക്സ്റ്റെന്റ് ഓഫ് ദ കോൺട്രാവെൻഷൻ ബി വോയിഡ്, ഇതിൽ കുറവ് വരുത്തുന്ന വല്ല നിയമവും കൊണ്ടുവന്നാൽ അത് വോയിഡാണ്, അസാധുവാണ്, ആ നിയമം നിലനിൽക്കൂല. ബോധ്യപ്പെടുത്തി അംബേദ്കർ. 25-ാം വകുപ്പിൽ വിവരിച്ച മതാവകാശം ഹനിക്കുന്ന എന്ത് നിയമം വന്നാലും നിലനിൽക്കൂല. പിന്നെന്തിനാ ഞങ്ങൾ ബഹളം വെക്കുന്നത്? അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അംബേദ്കർ പിടിച്ചതും തള്ളിയതും. അങ്ങനെയാണ് ഭരണഘടനയിൽ ഈ 44 സ്ഥാനം പിടിക്കുന്നത്. ആ 44 സ്ഥാനം പിടിച്ചതാണ് ഈ ചർച്ചക്കൊക്കെ കാരണം. ഈ 44 മേൽ കയറി പിടിച്ചുകൊണ്ട് ബഹളം വെക്കുന്ന ആളുകൾ 44ന്റെ കൂടെയുള്ള 16 വേറുണ്ടല്ലോ. 36 മുതൽ 51 കൂടിയതല്ലേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതിൽ ഈ 44 മാത്രം കയറി പിടിക്കുന്നതിനാ? അപ്പൊ ദുരുദ്ദേശമില്ലേ? രാജ്യത്തിന്റെ പുരോഗതിയാണ് ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ രാജ്യ പുരോഗതിക്ക് 44-നേക്കാൾ ഗുണകരമായത് വേറുണ്ടല്ലോ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങളുടെ പ്രസംഗത്തിന് ശേഷം വിശദീകരിക്കാം. അപ്പൊ നമുക്ക് ബോധ്യമാകും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇങ്ങോട്ട് വരുന്നതിനിടയിൽ അവിടെ തങ്ങൾക്ക് ചെറിയൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെ വൈകിയത്. കൃത്യസമയത്ത് എത്തേണ്ടതായിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ യോഗാധ്യക്ഷൻ എന്നെ ഫായിസ്,
ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സുമന്ത് പൂക്കോട്ട് സാഹിബ്, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, മറ്റുള്ള സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പണ്ഡിത ശ്രേഷ്ഠരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരായ SKSF തിരുവങ്ങാടി ടൗൺ യൂണിറ്റ് അഭിനന്ദിക്കുകയാണ്. ഇന്ന് രാജ്യത്തെ മുഴുവനും ന്യൂനപക്ഷങ്ങൾക്ക്, വിവിധ വിശ്വാസികൾക്ക് ആശങ്കയുണർത്തുന്ന രീതിയിൽ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാലെടുപ്പ് എന്ന നിലയിൽ ഏക സിവിൽ കോഡ് ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങൾ, ആ വിഷയങ്ങളൊക്കെ സവിസ്തരം ഇവിടെ നിങ്ങളോട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് അടക്കം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനരായ അബ്ദുസമദ് പൂക്കോട്ടുറ സാഹിബ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഞാൻ വന്ന് ഈ സദസ്സിൽ പങ്കെടുത്ത് പോവുക എന്നുള്ള മാത്രം ഉദ്ദേശമുള്ളൂ. ഇതിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളം കണ്ട ഏറ്റവും വലിയ ശക്തമായ പ്രക്ഷോഭം മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച നടത്തുകയുണ്ടായി. ഇന്ത്യ രാജ്യം ഒരുപാട് വിശ്വാസികൾ ഭരിച്ചിട്ടുണ്ട്. ഹൈന്ദവ രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള മുഗളരും നൈസാം എംപയേഴ്സും ഭരിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം അടങ്ങുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ഇവരാരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിത്തിരുത്തി ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള മതസ്വാതന്ത്ര്യം, ആ മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റുകൾ, ആ റൈറ്റുകൾ ഇവിടെ നമ്മുടെ അവകാശങ്ങളായി നിലനിൽക്കുന്നു. അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ പല രീതിയിലുമുള്ള ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ഏക സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. ആ വിഷയങ്ങൾ തന്നെ ഇവിടെ പൂക്കോട്ട് സാഹിബ് പറയുകയുണ്ടായി. ചില നിർദ്ദേശങ്ങൾ, അതായത് മദ്യനിരോധനം പോലുള്ള നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഒരു ഭാഗമായി ഏക സിവിൽ കോഡ്, അത് ഹിന്ദു മാരേജ് ലോ 1958 ഇവിടെ രൂപീകൃതമായപ്പോൾ അത് ഹിന്ദു വിശ്വാസികൾക്കിടയിൽ പോലും, ഹിന്ദു വിശ്വാസികൾക്കിടയിലുള്ള ദളിതർക്ക് പോലും ആ ഒരു മാരേജ് ലോ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് തന്നെ അത് കേവലം ഒരു മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, ഇവിടുത്തെ സർവ മതവിശ്വാസികൾക്കും ഈ ഏക സിവിൽ കോഡ് വന്നാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊക്കെ വളരെ നാം കൗതുകത്തോടു കൂടി തന്നെ, ആശങ്കയോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിച്ചു പോരുന്ന നമ്മുടെ വിശ്വാസം, ആ വിശ്വാസ പ്രമാണങ്ങളെ, അത് ദൈവതത്വങ്ങളാണ്. ദൈവികമായ തത്വങ്ങളെ വളച്ചൊടിക്കാൻ ഇവിടെ ഭരണാധികാരികൾക്കോ ഭരണത്തിനോ ഇവിടെ അധികാരമില്ല. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും, അതാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. സുന്നത്ത് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയാണ്. ഇത് രണ്ടിലും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാനോ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനോ നമുക്ക് അവകാശമില്ല. അവിടെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനെതിരെ ഇവിടെ ഭരണാധികാരികൾ തുനിയുമ്പോൾ അതിനെതിരെ ചെറുത്ത് നിൽക്കുകയും അതിനെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇത്തരം നടപടി ഉണ്ടാവുമ്പോൾ അതെത്രത്തോളം ദൂഷ്യമാണ് ഈ സമൂഹത്തിന് ഏൽപ്പിക്കുക, ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യം. അതാണ് ഇവിടെ സമസ്തയും SKSF ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൗത്യം ഇവിടെ തിരുവങ്ങാടിലെ SKSF-ന്റെ സഹോദരന്മാർ, ബഹുമാനപ്പെട്ട
സുപ്രീംകോടതി സാഹിബിനെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത SKSF തിരുവങ്ങാടി ടൗൺ കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമോദിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മുടെ ഈ ചടങ്ങ് ധന്യമാവുകയാണ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരുന്നു. കാരണം സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളൊക്കെ നല്ല തിരക്കുള്ള ആളുകളായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ 44 കയറി പിടിച്ചുകൊണ്ട് അത് നടപ്പാക്കണമെന്ന് മുറവിളി കൂട്ടുന്ന ആളുകളോട് ആമുഖമായി തന്നെ നമുക്ക് തിരിച്ചു ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതികൾ പലപ്പോഴും പറഞ്ഞു എന്തുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നില്ല. കോടതി ചോദിച്ചു, പല കോടതികളും പലപ്പോഴായി ചോദിച്ചു എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കേസ് കോടതിയിൽ വന്നപ്പോൾ നമ്മുടെ 2 ജഡ്ജിമാർ നിരീക്ഷിച്ചു, യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ രാജ്യത്ത് വിവാഹ സംബന്ധമായി ഉണ്ടാകുന്നത് എന്ന് വരെ വാദിച്ചു. എന്നാൽ ഈ പറയപ്പെടുന്ന മാർഗനിർദ്ദേശക തത്വത്തിൽ 36 മുതൽ 51 കോടിയ മാർഗനിർദ്ദേശ തത്വത്തിന്റെ 37ാമത്തെ വകുപ്പിൽ തന്നെ പറയുന്നു. അതൊന്നും ആരും പറയില്ല. 37ാമത്തെ വകുപ്പിൽ തന്നെ പറയുന്നു, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട്. മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്നവ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആകുന്ന ഈ പാർട്ടിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഷാൽ നോട്ട് ബി എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട്. ഷാൽ നോട്ട് ബി എൻഫോഴ്സബിൾ, നിർബന്ധിച്ച് നടപ്പാക്കാൻ പറയാൻ പറ്റില്ല എനി കോർട്ട്, ഒരു കോടതിക്കും. കീഴ്ക്കോടതി മുതൽ മേൽക്കോടതി വരെയാണ് എനി കോർട്ട് എന്ന് പറഞ്ഞാൽ പെടുക. ഒരൊറ്റ കോടതിക്കും ഇത് നടപ്പാക്കാൻ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, നിർബന്ധിച്ച് നടപ്പാക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തേ നടപ്പാക്കാതിരുന്ന ഇടക്കിടക്ക് ചോദിക്കും വേണ്ട കോടതി. എന്താ നടപ്പാക്കാത്തത് എന്ന വിഷയത്തിൽ കോടതിക്ക് എന്താ എത്ര വലിയ ആശങ്ക? അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? എന്തേ നമ്മുടെ രാജ്യത്ത് 45ാം വകുപ്പ് നടപ്പാക്കാതിരുന്നു എന്ന് ഒരു കോടതിയും ചോദിച്ചില്ലല്ലോ, ഒരു രാഷ്ട്രീയ നേതാവും ചോദിച്ചില്ലല്ലോ, അത് നടപ്പാക്കാൻ ഒരു ഭരണകൂടത്തിനും താല്പര്യമില്ലല്ലോ. മാർഗനിർദ്ദേശക തത്വത്തിലെ തന്നെ 45ാം വകുപ്പിന് 2 പ്രത്യേകത ഉണ്ട്. എന്താ? വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 45ാം വകുപ്പ് ഒന്ന് സമയബന്ധിതമായി നടപ്പാക്കേണ്ടതാണ്. അത് നടപ്പാക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു, കലായിപ്പോയി. കലാ ആയിട്ട് 10-60 കൊല്ലം കഴിഞ്ഞു. രണ്ടാമത്തേത്, രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. എന്താ? ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു പ്രൊവൈഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ വാചകം ഒന്നുകൂടി മനസ്സിലാക്കണം. വളരെ കൃത്യമായി പറയുന്നത് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ, നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഗവൺമെന്റ് നടപ്പാക്കണം. എന്ത് നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ്? ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻസ് അൻറ്റിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years. അൻറ്റിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years. 14 വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര കൊല്ലമായി? 7 പതിറ്റാണ്ട് പിന്നിടാൻ പോകുന്നു ഇന്ത്യ. എങ്കിൽ 60 കൊല്ലം മുമ്പ് ഇത് കഥ ആയി പോയിട്ടുണ്ട്. 10 കൊല്ലം ഭരണഘടന നിലവിൽ വന്ന ഉടനെ നടപ്പാക്കേണ്ടതാ. അങ്ങനെ നടപ്പാക്കാൻ എന്തുകൊണ്ട് ഭരണകൂടം ശ്രദ്ധിച്ചില്ല? എന്തേ നടപ്പാക്കിയില്ല എന്നാരും ചോദിച്ചില്ല. മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏക സിവിൽ കോഡിനേക്കാൾ എത്ര ഉപകരിക്കും? ഒരാൾക്കും ഈ വിഷയത്തിന് പരാതി ഉണ്ടാവില്ലല്ലോ. 14 വയസ്സ് പൂർത്തിയാകും മുമ്പ് കുട്ടികൾക്കൊക്കെ നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക. പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് UP വരെയുള്ള വിദ്യാഭ്യാസം കൊടുത്തൂടെ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെയൊക്കെ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ആസാമിൽ നിന്ന് വരുന്ന ആളുകൾ, ഹോട്ടൽ തൊഴിലാളികൾ, പശ്ചിമ ബംഗാൾ ആളുകൾ, 2 അക്ഷരം കൂട്ടി എഴുതാൻ കഴിയാത്ത സാധുക്കളുണ്ടല്ലോ, പേരെഴുതാൻ അറിയാത്ത ആളുകളുണ്ടല്ലോ, അവർ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ, ഉത്തരേന്ത്യയിൽ സ്കൂളില്ലാത്ത ഗ്രാമങ്ങളുണ്ടല്ലോ, പോഷകാഹാരം ലഭ്യമാകാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ മക്കളില്ലേ ഇന്ത്യയിൽ? എന്തേ അവർക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നില്ല? അത് നടപ്പാക്കണമെന്ന് പറയുന്നതിന് പകരം 44ാം വകുപ്പിൽ കയറിപ്പിടിക്കാൻ എന്താ താല്പര്യം?
അപ്പൊ ലക്ഷ്യം രാജ്യത്തിന്റെ പുരോഗതിയും ക്ഷേമവും അല്ല എന്ന് ഇതിൽ നിന്ന് ഏതു സാധാരണക്കാരനും ബോധ്യം. മാത്രമല്ല 47-ാം വകുപ്പ് നടപ്പാക്കുന്നില്ലല്ലോ. 47-ാം വകുപ്പിൽ പറയുന്നു പ്രോഹിബിറ്റേഷൻ ഓഫ് ദ കൺസപ്ഷൻ എക്സെപ്റ്റ് ഫോർ ദ മെഡിസിനൽ പർപ്പസ്. എക്സെപ്റ്റ് ഫോർ മെഡിസിനൽ പർപ്പസ്. മരുന്നിന്റെ ഉപയോഗത്തിന് വല്ലാത്ത എല്ലാത്തിനും ഉപയോഗിക്കുന്നത് നിരോധിക്കണം. എന്ത് നിരോധിക്കണം? ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇൻജൂരിയസ് ടു ഹെൽത്ത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങളും കള്ളും നിരോധിക്കണം രാജ്യത്ത്. 47-ാം വകുപ്പ്. അത് നടപ്പാക്കാൻ ആർക്കും താല്പര്യമില്ല. 47-ാം വകുപ്പ് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഒരു കോടതിയും ചോദിക്കുന്നില്ല. 44 പ്രശ്നമുള്ള ഏക സിവിൽ കോഡ്. പെണ്ണുങ്ങളെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത് എന്നാണ് രണ്ടാമത്തെ വാദം. സ്ത്രീകളുടെ കണ്ണീരൊപ്പനാണ് ഗവൺമെന്റ് ലക്ഷ്യമെങ്കിൽ ആദ്യം നടപ്പാക്കേണ്ടത് 47 മദ്യനിരോധനമാണ്. മദ്യത്തിന്റെ ദുരന്തത്തിൽപ്പെട്ടുകൊണ്ട് എത്ര കുടുംബം തകരുന്നു, എത്ര പെണ്ണുങ്ങൾ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മദ്യനിരോധനം നടപ്പാക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? അതുപോലെ തന്നെ 46-ാം വകുപ്പ് ദുർബല ജനവിഭാഗത്തിന്റെ സമുദ്ധാരണം. ആ ഭരണഘടനാ വകുപ്പിൽ പറയുന്നത് ഹരിജനങ്ങൾ അടക്കമുള്ള പിന്നോക്കക്കാരെ സമുദ്ധരിക്കണമെന്നാണ്. പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ആൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ആൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, എല്ലാ ചൂഷണത്തിൽ നിന്നും സാമൂഹ്യ അനീതിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണം. ഇന്ത്യ മഹാരാജ്യത്തെ ഹരിജൻ പിന്നോക്ക ദലിത് വിഭാഗത്തെ ഈ ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കിയോ ഗവൺമെന്റ്? നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ. ദലിതന്മാർക്കെതിരെ പീഡനം നമ്മുടെ രാജ്യത്ത് എത്ര നടക്കുന്നു? എത്ര ദലിതന്മാരെ ചുട്ടുകൊന്നു നമ്മുടെ രാജ്യത്ത്? വലിയ വലിയ നേതാവായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് രക്ഷയുണ്ടോ? ബാബുജി ജഗജീവൻ റാം അനാച്ഛാദനം ചെയ്ത ഗാന്ധിജിയുടെ പ്രതിമ ഡൽഹിയിൽ ഗംഗയിലെ ജലം കൊണ്ടുവന്ന് കഴുകി സവർണർ. നമ്മുടെ തലസ്ഥാനത്തിന്റെ ഗതി അതാണെങ്കിൽ കേരള തലസ്ഥാനത്തിന്റെ ഗതി എന്താ? രജിസ്ട്രേഷൻ ഐ ജി രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് തന്റെ സേവനം പൂർത്തിയാക്കി റിട്ടയർ ചെയ്തു. IAS ഓഫീസറാണ്. അയാൾ പിരിഞ്ഞു പോവുക. പിറ്റേ ദിവസം പുതിയ IAS ഓഫീസർ വന്ന് രജിസ്ട്രേഷൻ IG സ്ഥാനമെടുക്കുക. ചാർജ് എടുക്കുന്ന IG ഓഫീസിലേക്ക് വിവരം കൊടുത്തു, നാളെ ചാർജ് എടുക്കൂ. IAS ഓഫീസർ എന്ന രീതിയിൽ അദ്ദേഹം തന്റെ ഓഫീസിൽ വിളിച്ചു ഉത്തരവിട്ടു. എന്താണ്? നിങ്ങൾ ഇന്നു തന്നെ ഇപ്പോൾ സർവീസ് പൂർത്തിയാക്കി അടുത്തൂൺ പറ്റി പിരിഞ്ഞ, പെൻഷൻ പറ്റി പിരിഞ്ഞ ആ ഉദ്യോഗസ്ഥനാകുന്ന IAS ഓഫീസർ ഉപയോഗിച്ച കാറും അയാളിരുന്ന കസേരയും അയാളിരുന്ന ഓഫീസും ചാണകമടിച്ചു തളിച്ചു കഴുകണം. എന്നിട്ട് ഞാൻ നാളെ വന്ന് ചാർജ് എടുക്കൂ എന്ന് പുതിയ ചാർജ് എടുക്കുന്ന ആൾ ഫോണിലൂടെ അറിയിച്ചു. ഓഫീസ് ജീവനക്കാർ അത് ചെയ്യാൻ നിർബന്ധിതരായി. കാരണം മേലോഫീസറുടെ ഫസ്റ്റ് ചുമതലയാണ്. ആദ്യമായി അയാൾ പറഞ്ഞ ചാർജ് എടുക്കണമെങ്കിൽ കാറും സീറ്റും ഓഫീസും ചാണകമടിച്ച് തളിച്ച് കഴുകണം. സംഭവം എന്താ? നേരത്തെ പെൻഷൻ പറ്റി പിരിഞ്ഞു പോയ ആള് ദലിതനാണ്, ഹരിജനാണ്. അയാൾ ഇരുന്ന കസേരയിൽ, അയാളിരുന്ന ഓഫീസിൽ, അയാളിരുന്ന കാറിൽ ഇയാൾക്ക് കയറണമെങ്കിൽ അത് ചാണകം ഉപയോഗിച്ചൊന്ന് കഴുകണം. സർക്കാരിന്റെ ഓഫീസ്, സർക്കാരിന്റെ സീറ്റ്, സർക്കാരിന്റെ കാറ്, അത് ചാണകമടിച്ച് തെളിച്ച് കെടിപ്പിച്ചു. മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി. ഞാനത് വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. ഗൗരവത്തിൽ ചിന്തിക്കും നിങ്ങൾ. അസ്പൃശ്യത ഈശ്വർ അവർ മാനവക്കെ പ്രതി അപരാധ എന്ന് പഠിപ്പിച്ചു ഗാന്ധിജി. നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ഇല്ലന്റെ മേൽ അത് പ്രിന്റ് ചെയ്തു വെച്ചു. അൺടച്ചബിലിറ്റി ഈസ് ദ ക്രൈം അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് മാൻ. അതൊന്നും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ആർക്കും താല്പര്യമില്ല. നമ്മുടെ രാജ്യത്ത് 44-ാം വകുപ്പ് നടപ്പാക്കിയാൽ എല്ലാം തീരുമെന്ന് പറയുന്ന ആളുകൾ. പിന്നെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ശരീഅത്ത് ഒരുപാട് മാറ്റിയില്ലേ? ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ഒരുപാട് മാറ്റിയില്ലേ? നിങ്ങൾ എന്തിനാ വാശി പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ മാറ്റിക്കൂടെ? രണ്ട് മറുപടിയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഒന്ന്, ഇസ്ലാമിക ലോകത്ത് എവിടെയും ശരീഅത്ത് മാറ്റിയിട്ടില്ല. ആര് മാറ്റിയാലും അള്ളാഹുവിന്റെ ശരീഅത്ത് നിയമം മാറുകയും ഇല്ല. ഏതെങ്കിലും മുസ്ലിം പേരുള്ള രാജാക്കന്മാർ അവരുടെ ഭരണ സൗകര്യത്തിന് വല്ല നിയമവും കൊണ്ടുവന്നത് ഇസ്ലാമിക ശരീഅത്തിനെതിരാണെങ്കിൽ അതിന്റെ കുറ്റം അവർ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഏറ്റെടുക്കേണ്ടി വരും. അത് മുസ്ലിങ്ങൾക്ക് തെളിവല്ല. മുസ്ലിങ്ങൾ ആരും അങ്ങനെ രാജാക്കന്മാരെ കയ്യിൽ നിന്ന് ദീൻ പഠിക്കുന്നവരല്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് ഞങ്ങൾ അവലംബം. രണ്ടാമത്തേത്, ഇത് ഞങ്ങൾക്ക് വാശിയല്ല. വാശിയല്ലെന്ന് പറയാൻ കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ് വലാ തഅതദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അതാണ് ഞങ്ങൾ പേടിക്കുന്നത്. തിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ പരിധിയാണത്. പടച്ച റബ്ബിന്റെ നിയമത്തെ ഉല്ലംഘിക്കാൻ പാടില്ല. വലാ തഅതദൂഹാ, നിങ്ങളത് ഉല്ലംഘിക്കരുത്.
നിങ്ങളതിന്റെ അപ്പുറത്തേക്ക് ചാടരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശരീഅത്ത് അത് നിങ്ങൾക്ക് നിയമമാണ്. നിങ്ങൾക്ക് ഞാനൊരു നിയമസംഹിത പറഞ്ഞയച്ചു തന്നിരിക്കുന്നു, അത് പിന്തുടരൽ നിർബന്ധമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഈ നിയമത്തിന്റെ പരിധി നിങ്ങൾ ലംഘിച്ചാൽ അവൻ പടച്ചറപ്പിന് മുമ്പിൽ കുറ്റക്കാരനാണ്. നേരത്തെ ശരീഅത്ത് വിവാദമുണ്ടായപ്പോൾ ഗുലാം മുഹമ്മദ് ബനാത്തുവാലയോട് ഉത്തരേന്ത്യയിലെ പല മെമ്പർമാരും ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ വാശി പിടിക്കുന്നത് എന്ന്. അന്ന് ബനാത്തുവാല പാർലമെന്റിലെ ചുമരുകളെ വിറപ്പിച്ചുകൊണ്ട് ഉദ്ധരിച്ചത് ഈ പരിശുദ്ധ ഖുർആൻ ആയത്താ, വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ. എന്റെ മതത്തോട് എനിക്ക് അക്രമം ചെയ്യാൻ പറ്റില്ല. ബനാത്തുവാല അത് വിശദീകരിച്ചു കൊടുത്തു ആയത്ത്. നിങ്ങളൊക്കെ അന്ന് പത്രത്തിൽ വായിച്ചിരിക്കും. ഇന്ത്യൻ പാർലമെന്റിൽ പലവട്ടം ചർച്ചയ്ക്ക് വന്ന വിഷയമാണത്. ചുരുക്കത്തിൽ മുസ്ലിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വാശിയില്ല. പക്ഷേ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരാ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ബക്കറ്റ് ഇവിടെ നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് പിരിവ് നിങ്ങളേക്ക് വരും. കാരണം എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാത്തത് മുന്നോട്ട് പോകില്ലല്ലോ. സംഘാടകരെ പെരടി കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ശരീഅത്ത് സംരക്ഷണാർത്ഥം സാന്ദർഭികമായി നമ്മുടെ സംഘാടകർ സംഘടിപ്പിച്ചുള്ള ഈ പരിപാടി നിങ്ങൾ കഴിയുന്ന നല്ലൊരു തുക കൊടുക്കുക. നല്ലൊരു പരിപാടിയല്ലേ സംഘടിപ്പിച്ചത്. ഇത് ശരീഅത്തിന് വേണ്ടിയുള്ള ഒരു ജിഹാദാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാവട്ടെ. നന്നായി സഹകരിക്കുക. ചുരുക്കത്തിൽ പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്ന അവകാശം ഞങ്ങൾക്ക് മാത്രമെന്ന തോതിൽ എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? മുസ്ലിങ്ങളുടെ വാശി, മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് എന്തിനാ പ്രചരിപ്പിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള വിഷയമല്ല. ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്കും, സിഖുകാർക്ക്, അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക്, പാർസികൾക്ക്, ബുദ്ധന്, ജൈനനൊക്കെ അവകാശം ഉണ്ടല്ലോ. ഓരോരുത്തരും അനുഭവിക്കുന്ന അവകാശം അവരുടെ മതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ഇതിലൂടെ ഒരു വാളും കൊണ്ട് നടന്നാൽ എങ്ങനെയുണ്ടാവും? നിങ്ങളൊരു വാളും പിടിച്ച് ബസ്സിൽ കയറിയാൽ ചർച്ചയാവൂലേ? പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു മുസ്ലിം ഒരു വാളും പിടിച്ച് ട്രെയിനിൽ കയറി നോക്കട്ടെ, കുഴപ്പമില്ലേ? നേരെ മറിച്ച് ഒരു സിഖുകാരന് വാള് കയ്യിൽ പിടിക്കാം, വാൾ അവന് ഉറയിൽ ധരിക്കാം, ഒക്കെ ചെയ്യാം. അതിന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന വാചകത്തെ വിയറിംഗ് ആൻഡ് ക്യാരിങ് ഓഫ് കൃപാൺ. വിയറിംഗ് മാത്രമല്ല, ക്യാരിങ്, ദ വിയറിംഗ് ആൻഡ് ക്യാരിങ്. ഒരു കൃപാൺ, അവന്റെ ആയുധമാകുന്ന വാൾ അവന് കൊണ്ടു നടക്കാം, അവന്റെ അരയിൽ വെക്കാം. ഷാൽ ബി ഡീം ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഫഷൻ ഓഫ് സിഖ് റിലീജിയൻ. പ്രൊഫഷൻ ഓഫ് സിഖ് റിലീജിയൻ, സിഖ് റിലീജിയന്റെ, സിഖ് മതത്തിന്റെ ജീവിത വൃത്തിയുടെ ഭാഗമാണ്. ഒരു സിഖുകാരന് വാള് കൊണ്ട് നടക്കാമെന്നത് ജീവിത വൃത്തിയുടെ ഭാഗമാണ്. ഒരു മുസ്ലിമിന് അങ്ങനെ വാള് കൊണ്ട് നടക്കാൻ പറ്റൂല. നമ്മൾ ഇതിലൂടെ ഒരു ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു സിഖുകാരൻ തലപ്പാവ് വെച്ച് പോകുമ്പോൾ ഹൈവേ പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ തലപ്പാവ് മതി, അവന്റെ തലയെക്കെട്ട് മതി, അവന് പിന്നെ ഫൈനൊന്നും ഉണ്ടാവില്ല, അവൻ ഹെൽമറ്റ് ധരിക്കണ്ട. നേരെ മറിച്ച് അതിനേക്കാൾ വലിയൊരു തലയെക്കെട്ട് കെട്ടി കാതിയാര് പോവാണെങ്കിൽ കാതിയാർക്ക് ഫൈൻ ഉണ്ടാവും, ഹെൽമറ്റ് ഇല്ല. ഞാൻ എത്ര വലിയ തലയെക്കെട്ട് കെട്ടിയിട്ടും കാര്യമില്ല. കാതിയല്ല, ഇനി മേൽക്കാതിയായിട്ടും കാര്യമില്ല, എന്തായാലും ഫൈൻ ഇടും. എന്താ കാരണം? അത് ക്രൈസ്തവ സമൂഹം, അത് സിഖ് സമൂഹത്തിന് മാത്രമുള്ള ഒരു ആനുകൂല്യമാണ്. അപ്പൊ ഈ രാജ്യത്ത് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ചില അവകാശങ്ങളുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേക, കശ്മീരിന് പ്രത്യേക പദവിയുണ്ട്, ഗോവയിലെ ഹിന്ദുക്കൾക്ക് പ്രത്യേക പദവിയുണ്ട്, നമ്മുടെ രാജ്യത്ത് ചില ഗോത്രവർഗങ്ങൾക്ക് പ്രത്യേക പദവി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം അവകാശങ്ങളും അധികാരങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുന്നത്, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ ഇനി കണ്ണീര് കുടിപ്പിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ മുത്തലാഖ് മാറ്റണം, ഏക സിവിൽ കോഡ് കൊണ്ടുവരണം. അപ്പൊ ഏക സിവിൽ കോഡിലേക്ക് എത്താൻ ഇസ്ലാമിക ശരീഅത്തിനെ കൊച്ചാക്കാനുള്ള ഒരു ചെറിയ ആയുധമാണ് മുത്തലാഖ്. ആ മുത്തലാഖുമ്പോ കയറി പിടിച്ചിട്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മുസ്ലിങ്ങളെ കണ്ണീരൊപ്പാൻ വരികയാണ്. ആ കണ്ണീരൊപ്പാൻ വേണ്ടി ഉയർത്തി വീശുന്ന കൈയുണ്ടല്ലോ, ആ കയ്യിന്മേൽ ഉള്ള കറ നിങ്ങൾ കണ്ടോ? ഗർഭത്തിലിരിക്കുന്ന മുസ്ലിം പെണ്ണിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ തൃശൂലത്തിൽ കുത്തി ചുട്ടെടുത്തു കൊന്നു. അന്നെന്തേ ഈ പെണ്ണിന്റെ കണ്ണീര് കണ്ടില്ല? ഒരു ഗർഭിണിയുടെ കണ്ണീര് കണ്ടില്ല? ഗുജറാത്തിൽ എത്ര പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്ത പെണ്ണുങ്ങളുടെ വേദന എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി കണ്ടില്ല? അതല്ലേ ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് മാനഭംഗപ്പെടുത്തപ്പെട്ട പെണ്ണുങ്ങളുടെ വേദന കാണാത്ത ഒരാൾ, മുസ്ലിം പെണ്ണുങ്ങൾ തൊലാഖിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് പറയുമ്പോ അദ്ദേഹം തന്നെ വിവാഹം കഴിച്ച യശോദാബെൻ എന്ന് പറയുന്ന പെണ്ണ് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ആ പെണ്ണിനെ അന്യാധീനമാക്കി ഒരു തൊലാഖ് പോലും ചൊല്ലിയിട്ടില്ല. ആ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ, താൻ കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ മാന്യത കാണിക്കാത്തയാള്, സ്വന്തം ഭാര്യയുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കാത്തയാള് മുസ്ലിം പെണ്ണിന്റെ കണ്ണീരൊപ്പാനും വളർന്നിട്ടില്ല എന്നാ പറയണത്. അതിന് മാത്രം ആരുമായിട്ടില്ല. ശരിയല്ലത്, ആ നയം ശരിയല്ല. മാത്രമല്ല, ഇവിടെ മുത്തലാഖിനെ കയറിപ്പിടിച്ചത് എന്തിനാ? രണ്ടു കാരണത്താലാണ്.
മുത്തലാഖിനെ കയറിപ്പിടിച്ച സമൂഹത്തിൽ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് മുത്തലാഖ്. കാരണം ജനങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. രണ്ട്, ഈ വിഷയത്തിൽ മുസ്ലിങ്ങളിൽ സംഘടനാപരമായ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുസ്ലിം സമുദായത്തിൽ ഈ വിഷയത്തിൽ, അതായത് പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഫുഖഹാഇനിടയിൽ, അഇമ്മത്തുൽ അർബഅക്കിടയിൽ വിശ്വാസം 3 തൊലാഖ് ഒന്നിച്ചില്ലാൽ 3 പോകും എന്ന് തന്നെയാണ്. അതിന് അഇമ്മത്തുൽ അർബഅക്ക് വ്യത്യാസമില്ല. സമസ്ത കേരള ജമിയത്തുലമക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ മുസ്ലിം സംഘടനകളിൽ ചില സംഘടനകൾ 3 ഒരുമിച്ചില്ലാലും 1 പോവുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനവർക്ക് സ്വാതന്ത്ര്യവാദ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമാണ്. ആ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ 2 തട്ടിൽ നിന്നാൽ ഇതൊരു ചർച്ചയാക്കാം, അതിന്റെ പഴുതിലൂടെ ശരീഅത്ത് മാറ്റണമെന്ന് പറയാം എന്നാണ് ഈ മുത്തലാഖ് മുന്നോട്ട് വലിച്ചിട്ട ചില ബുദ്ധിജീവികൾ മനസ്സിലാക്കിയത്. കോഴിക്കോട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ യോഗം വിളിച്ചു. ആ യോഗത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ പങ്കെടുത്തു. ഈ കാര്യത്തിൽ സമത്വയോട് അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ പോലും സമത്വയുടെ വ്യക്തപരമായ അഭിപ്രായം, സമത്വയുടെ വ്യക്തമായ അഭിപ്രായമാണ്, സുന്നത്യമായത്തിന്റെ അഭിപ്രായമാണ് 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലിയാൽ 3 പോകും, തർക്കമൊന്നുമില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള മതസംഘടനകൾ പോലും പറഞ്ഞു ഈ വിഷയം ഇപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണ്ട. മാന്യതയാണ് അവർ കാണിച്ചത്. അവർ മാന്യത കാണിച്ചു. കാരണം ഒരു പൊതുവായ പ്രശ്നത്തെ നേരിടുന്ന സമയത്ത് നമ്മൾ ഈ വിഷയത്തിൽ തർക്കിക്കുന്നത് ശരിയല്ലെന്ന് അവരെന്നെ തീരുമാനിച്ചു. അവർ തീരുമാനിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ അവരെ പോലും ഒരു ചർച്ച ഉന്നയിക്കുന്നില്ല. പിന്നെ ചില വനിതാ സംഘടനകൾ അറിയാതെയോ അറിഞ്ഞോ അവർ ഈ തൊലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല. അവർ കഥ അറിയാതെ ആട്ടം കാണുകയാണ്. സംഗതിയെക്കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതക്രമം പരിശോധിച്ചാൽ, തൊലാഖ് എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ കൃത്യമായി വീക്ഷിച്ചാൽ, മുത്തലാഖ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ഉണ്ടാക്കുന്ന വിവാദം അപ്രസക്തമാണെന്ന് ബോധ്യപ്പെടും. എന്താണ് മുത്തലാഖ്? മുത്തലാഖ് എന്നാൽ 3 തൊലാഖ് എന്നാണ്. 3 തൊലാഖ് എന്ന പദമാണ് മുത്തലാഖ്. ഈ സ്ത്രീയെ 3 തൊലാഖും ചൊല്ലി പിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അത് വലിയ ഗൗരവമുള്ള വിഷയമായി പലരും കാണുന്നു. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ, അത് ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്നില്ലല്ലോ. ഇസ്ലാമിക സമൂഹത്തിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ 1 തൊലാഖ് തന്നെ ചൊല്ലണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. 1 തൊലാഖ് തന്നെ ചൊല്ലണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ തൊലാഖേ സംഭവിക്കാതിരിക്കാൻ വേണ്ട നിർദ്ദേശമൊക്കെ മതം സമർപ്പിച്ചു. ഒരിക്കലും തൊലാഖ് സംഭവിക്കാതിരിക്കാൻ, തൊലാഖേ സംഭവിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു ഈ ബന്ധം ശരിക്കും നിലനിർത്താൻ നമുക്ക് അവസരം തന്നാൽ അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെച്ചു. എന്റെ ചെറുപ്പക്കാർക്ക് മുഴുവൻ അറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം നോക്കേണ്ടത് കഫാഅത്ത. അവളുടെ കുടുംബത്തിൽ അവൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് പുരുഷൻ ചിന്തിക്കണം. 2 കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനർത്ഥം എന്താ? അവൾ ഈ കുടുംബത്തിൽ വന്നിട്ട് ഞെങ്ങി ഞെരുങ്ങി ജീവിച്ച് ശ്വാസം മുട്ടി പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവൾക്ക് ഇവിടെ അനുഭവിക്കേണ്ട സൗകര്യം അവിടെ കിട്ടും, ഇവിടെ അവിടെ ഒരുപോലെയാണ്, അവൾക്ക് ഒത്തുപോകാൻ കഴിയും. അതല്ല, ഒരു പെണ്ണ് പൊറുക്കാനും സഹിക്കാനും തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. കഫാത്ത് നോക്കണം എന്നത് മതത്തിന്റെ ഒരു നിയമമാണ്. അത് നോക്കിയേ പറ്റൂ. എന്തിനാണ്? ബന്ധം സുദൃഢമായി നിൽക്കാൻ. 2, ഒരു പുരുഷൻ അന്യസ്ത്രീയെ നോക്കൽ കാണൽ അത് ഇസ്ലാമിൽ ഹറാമാണ്. ആ ഹറാമായ കാര്യം നേരെ വിവാഹം കഴിക്കാനുള്ള പെണ്ണാണെങ്കിൽ സുന്നത്തായി മാറുകയാണ്. ഹറാമ് സുന്നത്തായി മാറുകയാണ്. അവൻ ആ പെണ്ണിനെ കാണൽ സുന്നത്ത്. അതെന്തിനാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് ഈ ബന്ധം സുദൃഢമായി നിൽക്കാൻ കാണലും ബോധ്യപ്പെടൽ. 2 ആൾക്ക് പെണ്ണിന് ഇങ്ങോട്ടും കാണണം, ആണിന് അങ്ങോട്ടും കാണണം. 2 പേരും പരസ്പരം കണ്ട് തൃപ്തിപ്പെടണം. ആ പെണ്ണ് കന്യകയാണെങ്കിൽ അവളെ സമ്മതം തന്നെ വേണം. അങ്ങനെയാണ് നിക്കാഹ് നടത്തേണ്ടതെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച 3. ഇനി അങ്ങനെയൊക്കെ റെഡിയാക്കി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് കുടുംബ പശ്ചാത്തലം ഒരുങ്ങി നിക്കാഹിന് ഒരുങ്ങുകയാണെങ്കിൽ പുരുഷനോട് പറഞ്ഞു, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. നിനക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ കെൽപ്പും കഴിവും ഉണ്ടെങ്കിൽ മാത്രം നീ പെണ്ണ് കെട്ടാൻ പോയാൽ മതി. ഒരു പെണ്ണ് കെട്ടുന്ന കാര്യമാണ് പറയുന്നത്, 10 പെണ്ണ് കെട്ടുന്ന കാര്യമല്ല. ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ നിനക്കതിന് കഴിവുണ്ടെങ്കിൽ കിട്ടിയാൽ മതി. ഇത്രയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് ആമുഖം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിക്കാഹിലേക്ക് കടക്കുന്ന സമയത്ത് പരിശുദ്ധ ദീൻ എന്താ പറഞ്ഞത്? ഒരു പെണ്ണും ഒരു ആണും തമ്മിൽ പരസ്പരം യോജിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് നിക്കാഹ് നടക്കുകയാണ്. വലിയന്റെ കയ്യിൽ നിന്ന് വരൻ കബിൽതു മിൻക നിക്കാഹ എന്ന് പറഞ്ഞ് കരാറിന് വാങ്ങി. കബിൽതു മിൻക നിക്കാഹ, ആ പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു എന്നതിനർത്ഥം. ആ വാചകം അവൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖദ് അഖദന മിൻകും മീസാഖൻ ഗലീള എന്നാണ്. ആ പെണ്ണിന് നീ കൊടുത്തിട്ടുള്ള വാക്ക് ഗൗരവതരമായ വാക്കാണ്.
ഗുരുതരമായ ബലിഷ്ഠമായ ഒരു കരാറാണ്, ലംഘിക്കാൻ പാടില്ല. ആ പെണ്ണിന് ഇപ്പൊ നീ കൊടുത്ത വാക്ക് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ തിരുദൂതരുടെ ഒരു വാക്കുണ്ട്, അഹക്കുശുറൂത്തിയ യൂഫിയ ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ലോകത്ത് വെച്ചൊരു മനുഷ്യൻ പാലിക്കേണ്ട കരാറിൽ വെച്ച് ഏറ്റവും വലിയ കരാർ. ആ കരാർ പാലിച്ചേ പറ്റൂ. ഇതൊക്കെ പറഞ്ഞത് ഈ ബന്ധം ബലമായി നിലകൊള്ളാനാണ്. ഇനി അഥവാ പൊട്ടലും ചീറ്റലുമായി പ്രശ്നമായി പിരിഞ്ഞേ പറ്റൂ എന്നുള്ള ഗതി വന്നാലോ, അങ്ങനത്തെ ഒരു ഗതി വന്നാൽ ത്വലാഖ് ചെല്ലുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ, അത് അബ്ഗദുൽ ഹലാലാണ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. പരമാവധി ചൊല്ലാതെക്കല നല്ലത്. ഇനി അഥവാ ചൊല്ലൽ നിർബന്ധമായി ചൊല്ലുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? യഹ്തസ്സു ബിഹി അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അർശ് ഇങ്ങനെ കുലുങ്ങുന്ന, പടച്ച റബ്ബിന് അത്രയും ദേഷ്യം പിടിച്ച് വറകൊള്ളുന്ന. അപ്പൊ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ത്വലാഖ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സർദാർ. അതുകൊണ്ട് തന്നെ ത്വലാഖ് പരമാവധി ഒഴിവാക്കാനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി അഥവാ ഒരു പെണ്ണുമായി ജീവിതം ഒത്തുപോകാത്ത ഗുരുതര പ്രതിസന്ധി വന്നാൽ, വളരെ ഗുരുതരമായ പ്രതിസന്ധി വന്നാൽ എന്താ ചെയ്യേണ്ടത്? ത്വലാഖല്ല പരിഹാരം. ത്വലാഖ് ഒന്നാമത്തെ പരിഹാരമല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചില കർമ്മങ്ങൾ പാലിച്ച ശേഷമേ ത്വലാഖില്ലാൻ പാടുള്ളൂ. എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളത്? ഒന്നാമതായി ഇവൻ ചെയ്യേണ്ടത് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇലുഹുന്ന. ആദ്യം ഭാര്യയുമായി മനസ്സ് തുറന്ന് സംസാരിക്കണം, ഉപദേശിക്കണം. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണ്, നീ ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരിക്കലും ത്വലാഖ് സംഭവിക്കാതിരിക്കാൻ ദമ്പതികൾ പരസ്പരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. നിങ്ങളെ ഭാര്യയ്ക്ക് പണിയാൽ സംഗതി പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഒരു കുട്ടിയല്ലേ, പ്രായം കുറഞ്ഞ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായിരിക്കും, കുടുംബജീവിതം ആരംഭിക്കല്ലേ, ഒരു ഫാമിലി കൗൺസിലിംഗ് പോലെ തന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കും. അത് ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തത് സഹശയനം വെടിയണം. വഹ്ജുറുഹുന്ന ഫിൽ മളാജിഅ. സഹശയനം വെടിയണം. അവളെ ഒന്ന് ശാരീരിക ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഒരു ബെഡിന്മേൽ തന്നെ നിങ്ങൾ കിടക്കണില്ല, അവൾ അറ്റത്ത് കിടന്നോട്ടെ, നിങ്ങൾ ഇപ്പുറത്ത് കിടന്നോ, ഒന്ന് ബലം പിടിച്ച് നിന്നോക്ക്. സംസാരിക്കേണ്ട, യാതൊരു തരത്തിലും ലോകില്ലാത്ത രീതിയിൽ കിടന്നോക്ക്. നിങ്ങളൊരു ബെഡ്റൂമിനുള്ള ഭാര്യനെ അങ്ങേ തലക്കലും നിങ്ങൾ ഇങ്ങേ തലക്കലും കിടന്നാൽ എത്ര നേരം കിടക്കും? ഒരു അരമണിക്കൂറൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തെ പിന്നെ ഒന്ന് തോണ്ടിയ സംഗതി മുന്നോട്ട് പോകും. ഉറപ്പല്ലേ? മനുഷ്യന്മാരല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വന്നാൽ അത് മതി, യോജിക്കാൻ. പ്രശ്നം അവിടെ തീരും, ആ മണിയറയിൽ വെച്ച് തീരും, കിടപ്പറയിൽ വെച്ച് തീരും. അതും തീരാത്ത മഹാവാശിയാണുള്ളതെങ്കിലോ വദരി പോകുന്ന, ചെറുതായിട്ട് ശിക്ഷിക്കാം. ലറബാന്ന് പറയുമ്പോഴേക്കും അടിക്കാന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെയാണ് ഈ ഫഅലൂഹുന്ന വഅദ് പറയാന്ന് പറയേണ്ടി വരും. മൂലയിൽ നിശ്ചയിച്ച് വീട്ടിൽ വഅദുണ്ടാക്കേണ്ടി വരും, പെണ്ണുങ്ങളെ ഉപദേശിക്കുക. അത് വേണ്ട. എന്ന പോലെ അടിക്കുക എന്ന് പറയുമ്പോൾ അത് അവളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ചെറുതായ ശിക്ഷ കൊടുക്കുക എന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ടും കാര്യമില്ല. 3 കാര്യം ഇപ്പോൾ ചെയ്തു, ഒന്നും ത്വലാഖിലേക്ക് എത്തിയിട്ടില്ല, എപ്പോഴൊന്നും ത്വലാഖായിട്ടില്ല. 4ാമത്തെ ഘട്ടം, ഇവർ തമ്മിൽ ഗുരുതര പ്രതിസന്ധിയാണ്. ഉപദേശിച്ചിട്ടും കിടപ്പറ വെടിഞ്ഞിട്ടും അടിച്ചിട്ടും ഒന്നും നന്നാവണില്ല, ശിക്ഷ പോലും ഫലിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യണം? നീതിമാന്മാരായ 2 തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയ ആൾക്കാരെ കണ്ടെത്തണം. അവളെ കുടുംബത്തിന് ഒരാളെയും അവന്റെ കുടുംബത്തിന് ഒരാളെയും. ഫബഅതു ഹക്കമ മിൻ അഹ്ലിഹി വഹക്കമ മിൻ അഹ്ലിഹ. ഖാദിയാണ് കണ്ടെത്താം. ആര് കണ്ടെത്തിയാലും ശരി അവരെ നിയമിച്ചിട്ട് കുട്ടികളെ എത്തിയിട്ട് കൗൺസിലിംഗ് നടത്തുക, ഫാമിലി കൗൺസിലിംഗ്. അവൾ അമ്മാവനുണ്ട്, അവന്റെ അമ്മാവനുണ്ട്, അല്ലെ അവളെ കാരണവരുണ്ട്, ഇവന്റെ കാരണവരുണ്ട്, ശരിക്കും ഇരുന്നിട്ട് ചർച്ച ചെയ്യാം. മക്കളെ എങ്ങനെ പറ്റുമോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവിടെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ടാ, എന്താ? ഈ യുരീദ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. ഈ യുരീദ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. പടച്ച റബ്ബ് ഈ ബന്ധം നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവിടെ വെച്ച് യോജിപ്പിക്കും, പിന്നൊന്നും വേണ്ടിയില്ല. അള്ള യോജിപ്പിക്കും. ഈ കാരണന്മാരെ ചർച്ചയോട് നീതിമാന്മാരായ 2 വക്കീലുമാർ വന്നിട്ട്, നീതിമാന്മാരായ 2 പ്രതിനിധികൾ വന്നിട്ട് വിഷയം ഏറ്റെടുത്ത് ചർച്ച ചെയ്ത പ്രശ്നം അവിടെ അവസാനിക്കും. അതല്ല, പടച്ചോൻ ഇത് യോജിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലേ, എന്നാ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ള ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ നല്ലത് പിരിയല. അതാണ് 5ാമത്തെ വട്ടം. ഒരു ത്വലാഖ് ഇല്ല. കാരണന്മാര് ശ്രമിച്ചിട്ട് നടക്കില്ലെങ്കിൽ ഒരു ത്വലാഖ്, ഒന്നിലധികം ചെല്ലാൻ പറ്റൂല. ഒരു ത്വലാഖ്. ഒരു ത്വലാഖ് ചെല്ലിയാൽ അടുത്ത സ്റ്റെപ്പ് 6ാമത്തത് യുദ്ധകാലത്തെ സംരക്ഷണം ഇവന്റെ ചുമലില. ഇവന്റെ ചുമലിലാണ് അവൾ സംരക്ഷിക്കപ്പെടേണ്ടത്. യുദ്ധകാലം കഴിഞ്ഞിട്ട് ഇവൾ പുറത്തു പോവുള്ളൂ. അപ്പൊ യുദ്ധകാലത്ത് അവളെ സംരക്ഷിക്കുമ്പോൾ വേണമെങ്കിൽ അവന് അവളെ തിരിച്ചെടുക്കാം. അപ്പൊ തിരിച്ചെടുക്കാനുള്ള സൗകര്യമുണ്ട്. 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട്, 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് 5ാമത്തെ സ്റ്റെപ്പാണ് ത്വലാഖ്. അതും ഒരു ത്വലാഖ്. പിന്നെ അവിടെ തിരിച്ചെടുക്കാനുള്ള സൗകര്യം. എന്നിട്ട് തന്നെ പരിശുദ്ധ നീ പറയുന്നു, ഒരു കാരണവശാലും ആ പെണ്ണിനെ നീ ആർത്തവ സമയത്ത് ത്വലാഖെല്ലാം പാടില്ല. നീ ബന്ധപ്പെട്ട ശുദ്ധികാലത്തും ത്വലാഖെല്ലാം പാടില്ല. അവൾക്ക് ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള സമയത്ത് പോലും ത്വലാഖെല്ലാം പാടില്ല എന്നർത്ഥം. അത്ര സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ത്വലാഖിനെ കുറിച്ച് അവൻ ഭയപ്പെടുമ്പോ അവനോട് പറഞ്ഞു,
ഇനി അഥവാ നീ തൊലാക്ക് ഇതുപോലെ ചെല്ലുകയാണെങ്കിൽ ശരി, അത് 2 വട്ടേ പറ്റുള്ളൂ, 3-ാം വട്ടം പറ്റൂല. അത്തൊലാക്ക് മറത്താണ്, 2 വട്ടേ പറ്റൂ. ഈ 2 വട്ടം തൊലാക്ക് ചെല്ലിയാൽ അള്ള ഇഷ്ടപ്പെടാത്ത ഈ പണി 2 വട്ടം എടുത്ത് 3-ാം തവണ തൊലാക്കില്ല, പിന്നെ പെണ്ണിന് നിനക്ക് കിട്ടൂല. പിന്നെ ആ പെണ്ണിനെ നിനക്ക് മടക്കെടുക്കാനും പറ്റൂല, നിക്കാഹ് ചെയ്യാനും പറ്റൂല. പിന്നെ നിനക്ക് നിക്കാഹ് ചെയ്യണമെങ്കിൽ വേറൊരുത്തന്റെ ഭാര്യയായി കുടുംബജീവിതം നയിച്ച് അവൻ ഒഴിവാക്കുന്നൊരു ഘട്ടം വന്നെങ്കിൽ നിനക്ക് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ഈ കളി 3 വട്ടം കളിച്ചാൽ ഈ പെണ്ണിനെ പിന്നെ എനിക്ക് കിട്ടൂല എന്നൊരു ബോധ്യവും. അതെന്തിനാ അങ്ങനെ വെച്ചത്? അത് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാ. അറബ് നാട്ടിലെ പുരുഷന്മാർക്കിടയിൽ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്ന ഇതൊന്ന് അനിയന്ത്രിത തൊലാക്കുണ്ടായിരുന്നു. 1 തൊലാക്ക്, 2 തൊലാക്ക്, 3 തൊലാക്ക്, 10 തൊലാക്കൊക്കെ തൊലാക്കെല്ലും മടക്കിയെടുക്കും, തൊലാക്കെല്ലും മടക്കിയെടുക്കും, തൊലാക്കെല്ലും മടക്കിയെടുക്കും. ഒരു കളി തന്നെ. ദേഷ്യം പിടിച്ച അപ്പ തൊലാക്ക് വേഗം മടക്കിയെടുക്കും. ഇങ്ങനെ പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്ലാം പറഞ്ഞു, ഈ തൊലാക്ക് കളിക്കാനുള്ള സാധനമല്ല, 2 വട്ടേ പറ്റൂ. അത്തൊലാക്ക് മറത്താനി ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. അവിടുന്ന് അപ്പുറം പോയാൽ ഒന്നുകിൽ നേരെ നിർത്തുക, അല്ലെങ്കിൽ പിരിച്ചുവിടുക നല്ല നിലക്ക്. അവൻ 3-ാം വട്ടം തൊലാക്കില്ലാൻ ഇവൻ ഈ പെണ്ണിനെ കിട്ടൂല എന്ന് ബോധ്യപ്പെടുത്തിയത് പെണ്ണിനെ തൊലാക്ക് ചൊല്ലി പീഡിപ്പിച്ച കാലത്ത് പരിമിതപ്പെടുത്തി പെണ്ണിനെ നിയന്ത്രിച്ചതാണ്. പെണ്ണിന് സൗകര്യം ചെയ്തു കൊടുത്തതാണ്. അത് മാത്രമല്ല, അള്ളാഹു ഈ കാര്യത്തിൽ തൊലാക്ക് ചെല്ലുന്ന വിഷയം പറഞ്ഞപ്പോ 1 തൊലാക്ക് തന്നെ ചൊല്ലണമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. 1 തൊലാക്ക് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറാ, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള അറിയുന്ന ആളാണ്. അള്ളാഹു പറഞ്ഞു, അത്തൊലാക്ക് മറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. ഒന്നുകിൽ നല്ല നിലക്ക് നിലനിർത്തുക, അല്ലെങ്കിൽ നല്ല നിലക്ക് പിരിയ. വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ശൈആ. ഓൾക്ക് കൊടുത്ത മഹറിന് ഒന്നും നിനക്ക് തിരിച്ചു വാങ്ങാനും പറ്റൂല. നീ ബന്ധപ്പെട്ട സ്ത്രീയിൽ നിന്ന് മഹറായിട്ട് കൊടുത്ത പവൻ എത്ര ഉണ്ടെങ്കിലും ഒരു പൈസ തിരിച്ചു വാങ്ങാൻ പറ്റാതെ അവളെ അവകാശ. അത് അവളെ അവകാശ. നീ 10 പവൻ മഹർ കൊടുത്താൽ 10 കൊണ്ട് അവള് പോകും. അതൊക്കെ പുരുഷനെ പഠിപ്പിക്കാണ് ദീന്. വൈൻ അസമു തൊലാക്ക, നിങ്ങൾ തൊലാക്ക് ചെല്ലാൻ ഉറപ്പിച്ചാൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹ് കാണുന്നുണ്ട് കേട്ടോ, പടച്ചോ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാര്യകാരണ സഹിതമേ തൊലാക്ക് ചെല്ലാവൂ, കളിക്കരുത് എന്നതിന്റെ അർത്ഥം. എന്നിട്ട് പരിശുദ്ധതയും പറഞ്ഞു, വലഹുന്ന മിഥുലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന മിഥുലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. പുരുഷന് പെണ്ണിനോട് എന്തൊക്കെ ബാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു പെണ്ണ് നമുക്ക് ചിലത് ചെയ്തു തരും പോലെ പെണ്ണിന് അങ്ങോട്ട് പുരുഷൻ ചില കൊടുക്കേണ്ട അവകാശമുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കയ്യിൽ നിന്ന് അവകാശം കിട്ടാനുണ്ടെന്നാ പറഞ്ഞത്. അവിടെ തന്നെ പറഞ്ഞു വലിരിജാലി അലൈഹിന്ന ദറജ. പക്ഷെ പുരുഷന്മാർക്കൊരു പദവി കൂടും, ആണുങ്ങൾക്കാണ് മേൽക്കോയ്മ എന്ന് പറഞ്ഞു. അതിന്റെ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് മേൽ അധികാരസ്ഥന്മാര്. അധികാരസ്ഥന്മാരെന്നാണ് അടക്കി ഭരിക്കുന്നവരെന്നല്ല അർത്ഥം. പുരുഷന്മാർക്കാണ് ഒരു കുടുംബത്തിന് ആധിപത്യം വേണം, എന്തിനൊരു നേതൃത്വം വേണം, ആധിപത്യത്തിന് അധ്യക്ഷം വേണം, നേതൃത്വം വേണം. പുരുഷന്മാർക്കാണ് ആധിപത്യവും നേതൃത്വവും. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. 2 കാരണങ്ങളാണ്. ഒന്ന്, അവർക്ക് ശ്രേഷ്ഠതയുണ്ട്, ആണുങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്. അത് ലോകം അംഗീകരിച്ചതാ, ഖുർആൻ പറഞ്ഞാൽ ലോകം അംഗീകരിച്ചതാ. ആരും പറ്റൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വലിയ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വിഷയം പറഞ്ഞ് വാദോരാതെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിന് സ്ത്രീ സ്വാതന്ത്ര്യമില്ല, സ്ത്രീ സമത്വമില്ല, പുരുഷ മേധാവിത്വ മതമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏത് മതത്തിലാണ് ആണുങ്ങൾക്ക് പെണ്ണിനേക്കാൾ കുറച്ച് പദവി കൂട്ടിക്കൊടുക്കാത്തത്? ഏത് മതത്തിലാ പുരുഷന്മാർക്ക് ആധിപത്യമില്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പത്രകോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ച എന്താ? ശബരിമലയിലെ സ്ത്രീ പ്രവേശമാണ്. ഗവൺമെന്റ് പറയുന്നു ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം. ഹിന്ദു സംഘടനകൾ, ഓർത്തഡോക്സ് സംഘടനകൾ പറയുന്നു ഒരിക്കലും പെണ്ണിന് ശബരിമലയ്ക്ക് ആർത്തവം നിലക്കാതെ കയറാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങൾ എന്താ പറയേണ്ടത്? ഏത് പക്ഷത്ത് നിൽക്കേണ്ടത്? നമ്മൾ അവിടെ നിൽക്കേണ്ടത് ഹിന്ദുക്കളുടെ പക്ഷത്ത്. എന്താ കാരണം? ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാലയത്തിലേക്ക് ആര് കയറണം ആര് കയറണ്ട എന്ന് പറയാനുള്ള അവകാശം അവർക്കാ. അതിന് നമ്മൾ ഇടപെടാൻ പാടില്ല. ശബരിമലയിലേക്ക് ആര് കയറണം എന്ന് പറയുന്നത് നമ്മളോ ഗവൺമെന്റോ അല്ല. ശബരിമലയിലേക്ക് ആര് കയറണം എന്ന് പറയേണ്ടത് ആ മത സമുദായമാണ്, അവർ പറയട്ടെ. പക്ഷെ നമ്മളവിടെ പറയുന്നത് അതല്ല. എന്തേ ശബരിമലയിലേക്ക് പെണ്ണിന് കയറാൻ പറ്റാത്തത്? ചെറുപ്പക്കാരിയായ പെണ്ണിന് അയ്യപ്പനെ കാണണ്ടേ, അയ്യപ്പന് ചെറുപ്പക്കാരിയായ പെണ്ണിനെ കാണണ്ടേ? അവർക്ക് സങ്കടം പറയണ്ടേ? ദൈവത്തിന് മുമ്പ് പോയിട്ട് എന്താ കാര്യം? അത് പറ്റില്ല എന്ന് മതം പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പോലെ പറ്റൂല എന്നായി. സ്വാതന്ത്ര്യം ഇല്ലല്ലോ. എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ അല്ലല്ലോ. എന്റെ ക്രൈസ്തവ സഹോദരങ്ങളും അങ്ങനെ തന്നെ. അവരുടെ ഇടവകയിൽ ഇടവകക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മഹല്ല് കാളിയെ പോലത്തെ ഒരാൾ അവിടെ ഉണ്ടാവും. അതാണ് ഫാദർ. ഫാദർ ഇല്ലാത്ത ഒരു മഹല്ലിൽ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ ഒരു മദർ സുപ്പീരിയർ മാത്രം ഉണ്ടാവില്ല. മദർക്ക് മാത്രം ഭരിക്കാൻ പറ്റൂല. അതെന്തേ? ഫാദർ തന്നെ വേണം. അതൊന്നുകൂടി മനസ്സിലാവാൻ ഞാൻ പറയാം, ലോകത്ത് ക്രിസ്ത്യാനികളുടെ അധ്യക്ഷനാണ് മാർപ്പാപ്പ. ഒരു മതത്തിന്റെ മേലധികാരി എന്ന രീതിയിൽ നമ്മൾ ആദരിക്കുന്നു. ആദരവാരോടുമാകാം, ആരാധിക്കാൻ ഞാൻ മതിയല്ലോ.
ഒരു മതത്തിന്റെ മേലധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ഒരു നല്ല മനുഷ്യനായി കാണുന്നു. പക്ഷേ മാർപ്പാപ്പയാണ് എന്നും ക്രൈസ്തവരുടെ മേധാവി. ഒരു മാർമാമ ആ സ്ഥാനത്ത് വരൂല. അത് പറ്റൂല. എന്താ കാരണം? ഒരു പെണ്ണിനത് വഹിക്കാൻ പാടില്ല. ഒരു പെണ്ണ് മാർപ്പാപ്പയുടെ സ്ഥാനത്ത് അധികാരസ്ഥയായി വരില്ല. എന്താ കാരണം? പെണ്ണിനാ സ്വാതന്ത്ര്യം ഇല്ല. ആ പെണ്ണിനെന്തോ കുറവുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അത് മുസ്ലിം മാത്രമല്ല മനസ്സിലാക്കുന്നത്. ഇതിലെ പോകുന്ന പരപ്പനങ്ങടെ പോകുന്ന ട്രെയിനിൽ പെണ്ണുങ്ങൾക്ക് പ്രത്യേക ബോഗി ഉണ്ടാവും. എന്താ ആണുങ്ങൾക്ക് ഒരു ബോഗിയില്ലാത്ത? ആണുങ്ങൾക്ക് ഒരു ബോഗി എന്താ വെച്ചൂടെ? ബാങ്കിലെ ക്യാഷ് കൗണ്ടറിൽ എല്ലാവരും തിരക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു വരി വേറെ കൊടുക്കും. അതെന്താ? തുല്യമാണെങ്കിൽ രണ്ടു കൂട്ടർ ഒപ്പം തിരക്കിക്കൂടെ? എന്താണ് ഇതിന്റെ കാരണം? അത് പറ. ആ പെണ്ണിനെന്തോ കുറവുണ്ട് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. ഒരു മാസം മുമ്പ് നടത്തിയ പഠനം പത്രത്തിൽ വന്നിരുന്നു. നമ്മുടെ ഈ തിരക്കിന്റെ ഇടയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രം. ഒരു മാസം മുമ്പ് നടത്തിയ ആ പഠനത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ 144 രാജ്യത്ത് പഠനം നടത്തി. പഠനം നടത്താൻ ബേസായി ഉപയോഗിച്ചത് എന്തൊക്കെയാണ്? ബേസായി ഉപയോഗിച്ച വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. 5 പോയിന്റ് വെച്ചിട്ട് ഞങ്ങൾ 144 രാജ്യത്ത് പഠിച്ചു. സ്ത്രീകളും പുരുഷന്മാരും എവിടെയാണ്? ആ പഠനത്തിൽ നിന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന് ബോധ്യപ്പെട്ടത് അവർ പ്രസിദ്ധീകരിച്ചു. അവർ പറഞ്ഞു 170 കൊല്ലത്തേക്ക് ഈ മേഖലയിലൊന്നും ആണും പെണ്ണും തുല്യമാകൂല. 170 കൊല്ലത്തേക്ക്, കിയാമത്ത് വരെ ആകൂല എന്ന് പറയുന്നത് നല്ലത്. 170 കൊല്ലത്തേക്ക് ആവൂല എന്നാ പിന്നെ 170 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. 170 കൊല്ലത്തേക്ക് തുല്യമാവൂല എന്നാ. അവരൊരു ഉദാഹരണം പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പാർലമെന്റിലുള്ള രാജ്യമാണ് റുവാണ്ട. റുവാണ്ടയിലാണ് ഏറ്റവും കൂടുതൽ പെൺ മെമ്പർമാര്, വനിതാ അംഗങ്ങൾ പാർലമെന്റിലുള്ളത്. ആ രാജ്യം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വിഷയത്തിൽ 5ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. വളരെ മോശ. ഇന്ത്യ മഹാരാജ്യം സ്ത്രീ പുരുഷ സമത്വ വിഷയത്തിൽ 87ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള ഇന്ത്യയിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കാനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എന്താ ലോകത്ത്? പെണ്ണുങ്ങളെ സ്ഥാനം ഉയർത്താനാണെങ്കിൽ നമ്മൾ പറയുന്നു, നിങ്ങൾ കണ്ണീരൊപ്പേണ്ടത് ഈ മുസ്ലിം പെണ്ണുങ്ങളുടെ കണ്ണുനീരല്ല. മതപരമായ താല്പര്യമാണ് നിങ്ങൾക്കിതിലുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള സോഷ്യൽ താല്പര്യമാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ 5 നക്ഷത്ര ഹോട്ടലുകളിൽ തുണി അഴിച്ചാടുന്ന പെണ്ണുങ്ങളുണ്ട്. കല്ല് കുടിച്ച് കണ്ണ് ചുവപ്പിച്ച് നോക്കിയിരിക്കുന്നവനെ പുഞ്ചിരിപ്പിക്കാനും അവന്റെ വികാരത്തെ ത്രസിപ്പിക്കാനും പാവം പെൺകുട്ടികൾ ഒരു ജോലി എന്ന രീതിയിൽ തുണി അടിച്ചാടുന്ന ഡാൻസിന്റെ പേരാണ് കേബറെ. നിർത്തിവെക്കുമോ നിങ്ങൾ? പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് വിഷമമുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ മേരിക്കൊഴുപ്പ് കാണിച്ചിട്ട് ഈ തോതിൽ അവളെ കച്ചവടച്ചരക്കാക്കുന്ന നിർത്തിവെക്കാൻ ഇന്ത്യയിലെങ്കിലും സംവിധാനം ഉണ്ടാക്കുമോ നിങ്ങൾ? ബോംബെയിലും കൽക്കട്ടയിലും വേശ്യാ തെരുവുകൾക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുവന്ന് വേശ്യാവൃത്തി നടത്തി ശരീരം വിട്ട് കഴിയുന്ന പാവങ്ങൾക്ക് പുനരധിവാസത്തിന് വല്ല സംവിധാനം കൊടുക്കുമോ നിങ്ങൾ പറ. കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിൽ റിസപ്ഷനിസ്റ്റ് എന്ന പേരിലും PRO എന്ന പേരിലും മതിയായ തുണി ഉടുക്കാതെ പെണ്ണുങ്ങളെ മേനിക്കൊഴുപ്പ് കാട്ടി നിർത്തിയിട്ട് കസ്റ്റമേഴ്സിനെ ആകർഷിച്ച് കച്ചവടം പൊടുപ്പിക്കുന്ന മുതലാളിമാരുടെ കച്ചവടത്തിന്റെ ഭാഗമാക്കി പെണ്ണിനെ മാറ്റിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറ. വിമാന കമ്പനികളിൽ ജോലി ചെയ്യുന്ന എയർ ഹോസ്റ്റസ്മാരില്ലേ? ചില കമ്പനികൾ പറഞ്ഞു വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ ജോലി നിന്ന് പുറത്തു പോകും. ചില കമ്പനികൾ പറഞ്ഞു വിവാഹം കഴിച്ചോ, പക്ഷെ ഗർഭം ധരിക്കാൻ പാടില്ല. ഗർഭം ധരിച്ചാൽ ജോലി പോകും. സൗന്ദര്യം കുറയുന്ന എഴുതിയിട്ടാണ്. വിമാനത്തിൽ കയറുന്നവനെ പുഞ്ചിരിച്ച് സ്വീകരിക്കുവാൻ, അവന് താങ്ക് യു പറഞ്ഞുകൊണ്ടും വെൽക്കം പറഞ്ഞുകൊണ്ടും കൈകൂപ്പി നിൽക്കാൻ ലിപ്സ്റ്റിക് പുരട്ടി മേനിക്കൊടുപ്പ് കാട്ടി സുന്ദര മുഖം പ്രകടിപ്പിച്ച് അവൾ നിൽക്കണമെന്നാണ് കമ്പനി പറയുന്നത്. അവൾക്ക് ഒരു വിവാഹ ജീവിതം നിഷിദ്ധമാണ്. ഇതിനെതിരെ നിങ്ങൾ പൊരുതുവോ? ഒരു പെണ്ണിന്റെ മാനം കളയുന്ന ഈ പ്രവർത്തനത്തിനെതിരെ? ഇതാണ് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളെ പൊതു താല്പര്യം. അതാ, അതിലൊന്നും ആരും ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ പേരിൽ ഒരു പെണ്ണ് അതങ്ങനെ, അത് പൊതു ധാരണ. അതങ്ങനെയാണ്. കൊച്ചിയിലും അതുപോലെ തന്നെ എറണാകുളത്തും കോട്ടയത്തും ഒക്കെ സാഹിബ് കല്യാണം കഴിക്കലുണ്ട്. സാഹിബ് കല്യാണം ജർമ്മനിയിൽ നിന്ന് വരൻ പറന്നു വന്നു എന്നാ പറയാം. എന്തൊരു മനോഹരമായിക്കോ, ജർമ്മനിയിൽ നിന്ന് പറന്നു വന്ന വരൻ. എന്നിട്ട് നല്ല മനോഹരമായ ഫോട്ടോ, പത്രത്തിലുള്ള വാർത്ത. കോഴിക്കോട് നിന്ന് അറബി പെണ്ണിട്ടിയാൽ അറബി കല്യാണം. ആ കുഴപ്പമായി. അറബി കല്യാണം വലിയ പ്രശ്നം. അതെന്താ? അത് അറബി ആയതുകൊണ്ടാണ്. ഈ റിപ്പോർട്ടിങ്ങിന്റെ ശൈലിയിൽ വരെ മാറ്റമുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സമൂഹത്തോട് എന്തോ ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന പോലെ. എന്നിട്ട് പറയുന്നു ഇസ്ലാമിക സമൂഹത്തിൽ ഈ പെണ്ണ് കെട്ടുന്ന ഏർപ്പാടാണ് ശരീഅത്ത് എന്ന്. ശരീഅത്തുള്ളത് കൊണ്ടാണ് പെണ്ണുകെട്ട് വർദ്ധിക്കുന്നത്. 4 പെണ്ണ് കെട്ടുന്നു, കെട്ടിയ പെണ്ണിനെ തൊലാക്കുന്നത്. രണ്ടും തെറ്റാണ്. ബഹുഭാര്യത്വത്തെക്കുറിച്ചുള്ള പഠനം ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി രജിസ്ട്രാർ BK റോയ് ബർമൻ 1975 ഏപ്രിൽ 17 അദ്ദേഹം കണക്ക് പുസ്തകം മേശപ്പുറത്ത് വെച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭാര്യത്വത്തിൽ മുസ്ലിങ്ങൾ 5ാം സ്ഥാനത്താണ്. ബഹുഭാര്യത്വത്തിൽ. പഠിച്ചത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി രജിസ്ട്രാർ BK റോയ് ബർമൻ. മുസ്ലിം അല്ല. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കാന്തി പ്രകാശ്, അയാൾ പഠിച്ചിട്ട് പറഞ്ഞു 1000 മുസ്ലിങ്ങളിൽ 15 പേർ ബഹുഭാര്യത്വം സ്വീകരിക്കുമ്പോൾ 1000 ഹിന്ദുക്കളിൽ 75 പേർ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നു. നമ്മളെക്കാൾ എത്ര ഇരട്ടി അവർ ബഹുഭാര്യത്വം സ്വീകരിക്കുന്നത്? അവ ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിൽ മുസ്ലിം മുന്നിലല്ല. 2011 സ്ഥിതിവിവര കണക്ക് പറയുന്നു, വിവാഹമോചിതകളായ ഇന്ത്യൻ സ്ത്രീകളിൽ 68% ഹിന്ദു സ്ത്രീകളും 23.3% മുസ്ലിം സ്ത്രീകളുമാണ്. 68% ഹിന്ദു സ്ത്രീകൾ ഇന്ത്യയിൽ വിവാഹമോചിതരാ. 23.3% ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ വിവാഹമോചിത സ്ത്രീകളുള്ളൂ. ഇന്ത്യ ഗവൺമെന്റിന്റെ കൃത്യമായ കണക്കാണ്. 1983 നവംബർ 23 ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. കെട്ടുകഥയൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളിൽ വിവാഹം കൂടുതലല്ല. വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നിർബന്ധ ഘട്ടത്തിൽ കഴിക്കാവുന്ന അനുമതിയുള്ള പ്രവർത്തനമാണ് രണ്ടാം വിവാഹം ഇസ്ലാമിൽ. അതൊരു പരിധി വിട്ട് ചെയ്യാൻ പറ്റില്ല. 4 എണ്ണമാകാം. അതിന് കാരണങ്ങൾ വേണം. 4 സ്ത്രീകളെ അല്ലെങ്കിൽ 2 സ്ത്രീകളെ ഒരുമിച്ച് നിർത്തുമ്പോൾ തുല്യ നീതി പാലിക്കണം. വൈൻ ഹിഫ്തുമല്ല തഅദിലു ഫവാഹിദ. നീതി പുലർത്താൻ നിനക്ക് കഴിയില്ലെങ്കിൽ ഒരു പെണ്ണ് കെട്ടിയാൽ മതി. ഇസ്ലാം ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ കുടുങ്ങിയ ഘട്ടത്തിൽ ചെയ്യേണ്ടി വരും. എന്റെ ഭാര്യ രോഗിണിയായി കിടപ്പാൻ, അവൾക്ക് തളർവാദം ബാധിച്ചു. ഈ പെണ്ണിനെ ഞാൻ അന്യാധീനപ്പെടുത്തുകയോ അതോ അവളെ കൂടി സംരക്ഷിക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവരികയോ? ചിന്തിക്കും നിങ്ങൾ. എന്റെ ഭാര്യക്ക് ഒരിക്കലും കുഞ്ഞു ജനിക്കാത്ത പ്രതിസന്ധിയിലാണ്. എനിക്കാണെങ്കിൽ കുഴപ്പവുമില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വേറെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവും. ഈ പാവം വന്ധ്യയായ സ്ത്രീ ആരെടുത്ത് പോയാലും കുട്ടി ഉണ്ടാവില്ലല്ലോ. ആ പെണ്ണിനെ അന്യാധീനപ്പെടുത്തിയിട്ട് വേണോ വേറെ പെണ്ണ് കെട്ടാൻ? അവളെ ഒഴിവാക്കിയിട്ട് വേണോ അവളെ നിലനിർത്തിക്കൊണ്ടൊരു പെണ്ണ് കെട്ടാൻ സംവിധാനം വേണ്ടേ? ആ സംവിധാനമാണ് ഇസ്ലാം പറഞ്ഞത്. ഇത് എല്ലാ മതത്തിലുമുണ്ട്. മനുവിന്റെ മനുശാസ്ത്രം പറഞ്ഞ എന്താ? വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ ദശമേതു മൃതപ്രജാണല്ലേ. വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ, നിന്റെ ഭാര്യ വന്ധ്യയാണെങ്കിൽ 8-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോന്ന. 10 വേണം. 8-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടി 8 കൊല്ലം കാത്തിരിക്കണം. ദശമേതു മൃതപ്രജ. മൃതപ്രജ, കുട്ടികളൊക്കെ മരിക്കുന്ന സ്വഭാവം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ നീ ദശമേതു 10-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോന്ന. ഏകാദശിയ സ്ത്രീജനനി. നിന്റെ ഭാര്യ പെൺകുട്ടികളെ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ, സ്ത്രീജനനിയാണ്. എന്നാൽ ഏകാദശിയെ 11-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോന്ന. പറഞ്ഞ വാചകം നോക്ക്. സദ്യസ്ഥാപ്രയവാദിനി. നിന്റെ ഭാര്യ കലഹപ്രിയയാണെങ്കിൽ, കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണാണെങ്കിൽ അപ്പൊ തന്നെ വേറെ പെണ്ണ് കെട്ടിക്കോന്ന. സഡൻ ഫത്വയാണ്. അപ്പൊ തന്നെ കെട്ടിക്കോ. ഇത് മതത്തിന്റെ വിധിയല്ലേ? അതിനെ നമ്മൾ കൊച്ചാക്കാൻ പാടില്ല. അത് മനുവിന്റെ വിധിയാണ്. എല്ലാ മതത്തിലുമുണ്ട് കാര്യകാരണ സഹിതം ബഹുഭാര്യത്വം. പക്ഷെ ഒരിക്കലും ഇസ്ലാം ബഹുഭർത്തൃത്വം അംഗീകരിച്ചില്ല. കെ മാധവന്റെ കേരള ചരിത്രത്തിലില്ലേ, ഇന്ത്യ ചരിത്രത്തിലുമില്ലേ 5 പുരുഷന്മാർക്കൊരു ഭാര്യ? അത് ഇസ്ലാമിന് പറ്റൂല. നമ്മൾ ചിന്തിക്കണം. BJPയുടെ ബീഹാറിലുണ്ടായിരുന്ന ഒരു MLA ഉണ്ടായിരുന്നു, ബാഗുൺ സുഖറായി. അയാൾ BJPയുടെ MP ആയിരുന്നു. ബീഹാറിലെ MLA ആയിരുന്നു, പിന്നെ BJPയുടെ MP ആയിരുന്നു ബാഗുൺ സുഖറായി. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? അയാളാണ് 67-ാമത്തെ വയസ്സിൽ 58-ാമത്തെ വിവാഹം കഴിച്ചത്. 67-ാം വയസ്സിൽ 58-ാം കല്യാണം. അതും 27 വയസ്സുള്ള ഒരു പെണ്ണിനെ. ആ രീതിയിൽ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ ആരും ചെയ്യൂല. 58 ഭാര്യമാരൊന്നും കെട്ടാൻ ഇസ്ലാമിൽ അനുമതിയില്ല. ഇത് 58 കല്യാണം കഴിച്ചു പലതും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. രാംവിലാസ് പാസ്വാൻ 2 കെട്ടിയില്ലേ? BJP നേതാവ് ഹുക്കുംദേവ് നാരായണ സിംഗ് 2 ഭാര്യയല്ലേ? എത്ര ആളുകളുണ്ട്? 984 നമ്മുടെ നാട്ടിൽ വന്നിട്ട് 4 പെണ്ണ് കെട്ടുന്ന തമ്മാടിത്തമാണ് ഇസ്ലാം എന്ന് പ്രസംഗിച്ചു സഖാവ് നമ്പൂതിരിപ്പാട്. 4 പെണ്ണ് കെട്ടുന്ന തമ്മാടിത്തമാണ് ശരീഅത്ത് നമ്പൂതിരിപ്പാട് പ്രസംഗിച്ചു. നമ്പൂതിരിപ്പാട് എഴുതി. അന്ന് നമ്മൾ പ്രസംഗിച്ചൊരു പ്രസംഗം അറിയോ? നമ്പൂതിരിപ്പാടിന്റെ അച്ഛൻ 2 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. 4 പെണ്ണ് കെട്ടൽ തമ്മാടിത്തമാണെങ്കിൽ നമ്പൂതിരിപ്പാടിന്റെ അച്ഛൻ അരത്തമ്മാടിയാവൂലേ എന്ന് ചോദിച്ചു. കാരണം 2 അദ്ദേഹവും കെട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ആ വിഷയം ഇവിടെ ഉയർന്നിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല. തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിക്ക് 3 ഭാര്യമാരുണ്ട്. ദശരഥ മഹാരാജാവിന് കൈകയും സുമിത്രയും ഒക്കില്ലേ, ഭാര്യമാരില്ലേ? 3 ഭാര്യമാർ അദ്ദേഹത്തിനുമില്ലായിരുന്നില്ലേ? ആ രീതിയിൽ ലോകത്തെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന് മാത്രമല്ല എല്ലാ മതത്തിലുമുണ്ട്. വിവാഹമുണ്ടോ അവിടെ വിവാഹമോചനം ഉണ്ടാവും. വിവാഹമുണ്ടെങ്കിൽ വിവാഹമോചനമുണ്ടാകും. ഒരു കുടുംബം ഒത്തുപോകാത്ത ഒരു ഘട്ടത്തിലേക്ക് നിർബന്ധമായും പിരിയേണ്ട ഘട്ടം വന്നാൽ, പിരിയാൻ അനുമതിയില്ലാത്തൊരവസ്ഥ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഭൂമിയിലെ നരകമായിരിക്കുമെന്ന് ശംസുലമ പറഞ്ഞിട്ടുണ്ട്. ശംസുലമന്റെ പ്രസംഗമാണ് 954. ഒരിക്കലും പിരിയാൻ പറ്റാത്തൊരു നിയമം ഉണ്ടെങ്കിൽ പിരിയേണ്ടവർ പിരിയാതിരുന്നാൽ ഭൂമിയിലെ നരകം ആ വീടായിരിക്കും. എത്ര വലിയ സമ്പന്നരാണെങ്കിലും പിരിയുമല്ലോ, എത്ര വലിയവരാണെങ്കിലും പിരിയുമല്ലോ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ പലരും പിരിഞ്ഞില്ലേ? നിങ്ങൾക്കറിയാലോ നമ്മുടെ കേരളത്തിൽ എത്ര സിനിമാ നടന്മാരെ പിരിഞ്ഞു. നമ്മുടെ കേരളത്തിൽ നിയമസഭയിലിരിക്കുന്ന ആള് ഗണേശൊക്കെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടായി നിങ്ങൾ കണ്ടില്ലേ? യാമിനി തങ്കച്ചിയും ഗണേശും തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ? പിരിഞ്ഞു പോകേണ്ടി വന്നില്ലേ? നമ്മൾ കുറ്റപ്പെടുത്തല്ല. പിരിയേണ്ടവർ പിരിയേണ്ടി വരും. നമ്മുടെ മുകേഷിന്റെ ഭാര്യ പിരിഞ്ഞു പോയില്ലേ?
നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയോ സിനിമാ നടന്മാരുടെ ഭാര്യമാര് പിരിഞ്ഞു പോയി അവർ വേറെ വിവാഹം കഴിച്ചു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളും ഭർത്താവും ജോയിന്റ് പെറ്റീഷനായിട്ട് തിരുവനന്തപുരത്ത് കൊടുത്തു വിവാഹമോചനത്തിന്. മുഖ്യമന്ത്രിയുടെ മകളൊക്കെ വിവാഹം കഴിച്ച് നിൽക്കുന്ന ഒരാളങ്ങനെ കൊടുക്കുമോ? അതൊരു സ്ഥാനല്ലേ? അത് എങ്ങനെയും പിടിച്ചു നിർത്താനല്ലേ നോക്കാം. ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ ആരും പിരിയും. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചാലും മകളും തമ്മിൽ ജോയിന്റ് പെറ്റീഷനായിട്ട് തിരുവനന്തപുരത്ത് കൊടുത്തു പിരിയാൻ. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ പിരിഞ്ഞു, ഭർത്താവുമായി പിരിഞ്ഞിട്ട് വേറെ വിവാഹം കഴിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മുഖ്യമന്ത്രിയുടെ മകളൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജാമാതാവൊക്കെ അങ്ങനെ ചെയ്യണം. എന്താ കാര്യം? യോജിച്ചു പോകാതിരുന്നാൽ ഏത് വിവാഹങ്ങളും പിരിയും. സെലിബ്രിറ്റി മാനേജർ അതൊക്കെ സിനിമാ ലോകത്ത് വിവാഹമോചനം നടത്തിയ ആളുകളുടെ വലിയൊരു പട്ടിക വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വലിയ പട്ടിക. മുസ്ലിം സ്ത്രീക്ക് വേണമെങ്കിൽ 939 നിയമം മൂലം കോടതിയിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭർത്താവിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഹുല. അവൾക്ക് അടിസ്ഥാനപരമായ ഭക്ഷണം, വസ്ത്രം, അടിസ്ഥാന വീട് കൊടുക്കാൻ ഭർത്താവിന് കഴിയില്ലെങ്കിൽ ആ ഭർത്താവിൽ നിന്ന് മോചനം തേടാൻ അവൾക്ക് ഫസ്കിന് അവകാശമുണ്ട്. ഖാദിയുമായി ബന്ധപ്പെട്ടാൽ മതി, ഫസ്കിന് അവകാശമുണ്ട്. ചിന്തിക്കും നിങ്ങൾ, ഇസ്ലാമിലെ വിവാഹമോചനത്തിന് പെണ്ണിന് അവകാശമുണ്ടല്ലോ. ആര് പറഞ്ഞു പെണ്ണിന് അവകാശമില്ല എന്ന്? നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പൊ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട അതിപ്രധാനമായ കാര്യം, ഇവിടെയൊക്കെ നിയമങ്ങളുണ്ട്. 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല. ആർത്തവ സമയത്ത് തൊലാഖ് ചെല്ലാൻ പാടില്ല, നിഷിദ്ധമാണ്. പക്ഷെ ആർത്തവ സമയത്ത് തൊലാഖ് ചെല്ലിയ തൊലാഖ് പോകുമല്ലോ. 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല, ചൊല്ലിയ തൊലാഖ് പോകും. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? മതത്തിൽ സൂക്ഷ്മത പുലർത്താത്ത ചില ആൾക്കാരുണ്ടാവും. അവർ നിയമത്തിന്റെ പഴുത് നോക്കും. 3 തൊലാഖും ചെല്ലിയ കുഴപ്പമില്ല, എന്താ തൊലാഖ് എന്നാ ചെല്ലല്ലേ. ചില ഘട്ടത്തിൽ ചൊല്ലേണ്ടി വരും. നിന്റെ ഭാര്യ അന്യന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന നീ കണ്ടാൽ പിന്നെ അവളോട് നിനക്ക് വെറുപ്പാവും. അപ്പൊ തന്നെ 3 തൊലാഖും ചൊല്ലി പിരിച്ചു എന്ന് വരും. അതല്ലാത്ത ഘട്ടത്തിൽ ഒരിക്കലും പെണ്ണിനെ പീഡിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല. ഉദാഹരണമായി രോഗിയായ ഭർത്താവ്, ഇസ്ലാമിൽ പ്രത്യേകം രോഗിയായ ഭർത്താവ്, ഒരു ഭർത്താവ് രോഗിയായി കിടക്കാണ്. അയാൾ രോഗിയായി കിടക്കാൻ മരിക്കുന്ന ക്യാൻസർ രോഗമാണ്. മിക്കവാറും ആളുകൾക്ക് ക്യാൻസർ രോഗത്തിൽ മരിക്കുന്നു. അതാണ് തീരുമാനിക്കേണ്ട വേറെ കാര്യം. മിക്കവാറും ഡോക്ടർ പറഞ്ഞു 1 കൊല്ലം കൂടി ജീവിക്കുള്ളൂ. ഈ 1 കൊല്ല കാലാവധിക്കിടയിൽ അയാൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ഒരുപാട് പൈസ ചെലവായിക്കൊണ്ടിരിക്കുക. മക്കൾ ഇയാളെ പ്രേരിപ്പിച്ചു, നിങ്ങൾ ആ ഭാര്യനെ തൊലാക്കിലിരിക്കണം. 2ാം ഭാര്യയാണ് ഇത്. ആദ്യത്തെ ഭാര്യന്റെ മക്കൾ, ആദ്യത്തെ ഭാര്യ മരിച്ചിട്ടുണ്ട്, ഇപ്പം മരിച്ചിട്ടുണ്ട്, വേറെ പെണ്ണ് കിട്ടിയതാ. മക്കൾ പറഞ്ഞു നിങ്ങൾ ആ പെണ്ണിനെ ഒഴിവാക്കിക്കളി. അങ്ങനെ ഈ പെണ്ണിനെ രോഗിയായി കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ അവകാശമുണ്ട്. പക്ഷെ ഒഴിവാക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ നിയമപ്രകാരം ഹറാമാണ്. എന്താ കാരണം? ആ പെണ്ണിന്റെ അനന്തരാവകാശം തടയാൻ വേണ്ടിയിട്ടാണ് ആ തൊലാക്ക്. അത് ചെയ്യാൻ പാടില്ല. എന്നാ ചെയ്തവർക്ക് അവകാശം കിട്ടൂല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിയമത്തിന്റെ പഴുത് തേടി ചെയ്യുന്ന ആൾക്കാർ. ചെല്ലാലോ തൊലാക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഹറാമല്ലേ വരുള്ളൂ, എന്നാലും പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ വലിയ ബാങ്ക് ബാലൻസ് ഉള്ള ആളാണ്, നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ട്. ആ പൈസക്ക് സക്കാത്തിന്റെ സമയമായി. ഒരു കൊല്ലം സക്കാത്തിന് 2 നിബന്ധന ഉണ്ട്. 1 കൊല്ലം തികയണം, 2 നിസാബത്തിന്. നിസാബൊക്കെ എത്തി വലിയ തുകയാണ്. ഒരു 5 ലക്ഷമോ 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. സക്കാത്ത് കൊടുക്കേണ്ട സമയമായി. ആ സക്കാത്തിന് കൊല്ലം തികയുന്നതിന്റെ 4 ദിവസമോ 2 ദിവസം മുമ്പ് നിങ്ങൾ ആ ബാങ്കിന്റെ അക്കൗണ്ട് മുഴുവൻ ഭാര്യന്റെ അക്കൗണ്ട് കണ്ട് മാറ്റി. എന്നിട്ട് പിന്നെ സക്കാത്തിന്റെ കാലാവധി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുത്തു. അപ്പൊ പിന്നെ അയച്ചൊരു കൊല്ലം തികയണം. അപ്പൊ എന്താ സക്കാത്ത് കൊടുക്കേണ്ട കഴിച്ചിലായി. പടച്ചോണ്ടിരുത്ത് കഴിച്ചിലാനുള്ള പണിയാണ്. അതൊരു തന്ത്രമാണ്. ഞാൻ അത് വിചാരിച്ചങ്ങൾ അങ്ങനെ ചെയ്യേണ്ടോ വേറെ കാര്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യണ്ട. സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല, ഉറപ്പാ. മസല പ്രകാരം ശരിയാ, പക്ഷെ കഴിച്ചിലാവോ? ഇഖ്ലാസിലില്ല പണിക്ക്. ആ ജാതി തമ്മാടിത്തം ചെയ്യാൻ പാടില്ല. എന്ന പോലെയാണ് മതം നിഷിദ്ധമാക്കിയത്. 3 തൊലാഖ് ഒന്നിച്ച് ചൊല്ലരുത്. 1 തൊലാഖ് തന്നെ നേരത്തെ പറഞ്ഞ 5 സ്റ്റെപ്പ് കഴിയാതെ 5ാം സ്റ്റെപ്പ് അല്ലാതെ ചെയ്യരുത്. ചെയ്താൽ ഇപ്പൊ എന്താ ചെയ്യാ? അവിടെ ഇസ്ലാമിനെ പോലെ കള്ള് കുടിക്കരുത്, കുടിച്ചാൽ ഹറാമാണ്. പക്ഷെ കുടിക്കുന്നവരുണ്ടല്ലോ, എന്താ ചെയ്യാ? കള്ള് കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, എന്താ ചെയ്യാ? അതിനൊന്നും നിവൃത്തിയില്ല. അവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിന്റെ വേറിട്ട സ്വഭാവം നമ്മൾ പ്രകടമാക്കണം. അവിടെ മറ്റുള്ളവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ നിയമപരമായി ഈ ശരീഅത്ത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊരു വളഞ്ഞ വഴിക്ക് ഇത് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. ആ വളഞ്ഞ വഴിയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 16 ചോദ്യങ്ങളുമായി VS ചൗഹാൻ ലോ കമ്മീഷന്റെ ഒരു ചോദ്യ പേപ്പറുമായി വന്നത്. ഈ ലോ കമ്മീഷന് കേന്ദ്രത്തിന്റെ നിയമവകുപ്പ്, രവിശങ്കറിന്റെ നിയമ മന്ത്രാലയം അയച്ചൊരു കത്തുണ്ട്. ആ കത്തിൽ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഏക സിവിൽ കോഡ് UCC നടപ്പാക്കാൻ, യൂണിവേഴ്സ് സിവിൽ കോഡ് നടപ്പാക്കാൻ 3 തടസ്സമാണുള്ളത്. 1, മുസ്ലിങ്ങളുടെ വേറിട്ട് നിൽക്കൽ മനോഭാവം. അവരൊരു വ്യതിരിക്ത സംസ്കാരത്തിന്റെ ആൾക്കാരാണ്. അവർ ഈ രാജ്യത്തെ സംസ്കാരത്തിൽ ലയിക്കുന്നില്ല. 2, മുസ്ലിങ്ങളുടെ യാഥാസ്ഥിക വിശ്വാസം. 3, വ്യക്തി നിയമത്തെക്കുറിച്ച് അവർക്കുള്ള തെറ്റിദ്ധാരണ. ഈ കാരണങ്ങൾ കൊണ്ടാണ് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് നമ്മുടെ വ്യക്തി നിയമത്തെക്കുറിച്ച് വല്ല തെറ്റിദ്ധാരണയുണ്ടോ? നമുക്കൊരു തെറ്റിദ്ധാരണയില്ല. പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന പവിത്രമായ സ്ഥാനത്തെക്കുറിച്ച് അവരാ പഠിക്കേണ്ടത്. അവരത് പഠിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം പെണ്ണിന്റെ സംരക്ഷണ ചുമതല പുരുഷനാണ്.
അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഅശ്റൂഹുന്ന ബിൽ മഅറൂഫി, പെണ്ണിനോട് മര്യാദക്ക് പെരുമാറണം. നീ നിന്റെ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണം. ഫഅസാൻ തക്റഹു ശൈഅ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നീ പെണ്ണിൽ നിന്ന് മോശപ്പെട്ട ഒരു സ്വഭാവം അനുഭവിക്കുന്നുവെങ്കിൽ ഒരു നല്ല സ്വഭാവം നിനക്ക് പിന്നെ അവളിൽ കണ്ടേക്കാം. ഒരു സ്വഭാവം മോശമായി തോന്നിയാൽ മറ്റൊരു സ്വഭാവം നല്ലതായി തോന്നും. അതുകൊണ്ട് ഇസ്ലാം ഒരു പെണ്ണിനോട് സ്വീകരിക്കേണ്ട സമീപനത്തെ കുറിച്ച് അർത്ഥം മുറിച്ച് പറഞ്ഞു ഫംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സർരിഹൂഹുന്ന ബിമഅറൂഫിൻ. എന്താണ് ആ വാക്കൊക്കെ? സൂറത്തുൽ ബഖറയിലെ 231 വാക്ക് പോരെ. ഫംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സർരിഹൂഹുന്ന ബിമഅറൂഫ്. ഒന്നുകിൽ നിന്റെ ഭാര്യയെ നീ നല്ല നിലക്ക് നിലനിർത്തുക, അല്ലെങ്കിൽ മാന്യമായി പിരിച്ചയക്കുക. വലാ തുംസികൂഹുന്ന ദിറാറ, പീഡിപ്പിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെയും പിടിച്ചു നിർത്തണ്ട. ആ വാചകം നോക്ക്, വലാ തുംസികൂഹുന്ന ദിറാറ, നിന്റെ പെണ്ണിനെ നീ പീഡിപ്പിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തണ്ട. ലിതഅതദു, നീ അക്രമിയാകും. വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സഹു, ആ പണി ഒരുത്തൻ ചെയ്താൽ അവൻ സ്വന്തത്തോട് അക്രമം കാണിച്ചു, പടച്ചോൻ അവനെ ശിക്ഷിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ പറഞ്ഞു മാ അക്രമഹുന്ന ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? മാ അക്രമഹുന്ന ഇല്ലാ കരീം, മാന്യന് മാത്രമേ പെണ്ണുങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറാൻ പറ്റുള്ളൂ. വലാ അഹാനഹുന്ന ഇല്ലാ ലഈം, നീചൻ മാത്രമേ പെണ്ണിനോട് മോശത്തരം കാണിക്കുള്ളൂ. എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു, അലാ, നിങ്ങൾ അറിയണം, വഹക്കുഹുന്ന, പെണ്ണുങ്ങൾക്ക് നിങ്ങളെ മേലുള്ള അവകാശം, ഹക്കുഹുന്ന അലൈക്കും അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതുആമിഹിന്ന, നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും പെണ്ണിന് കൊടുക്കൽ നിങ്ങളുടെ കടമയാണ്. ആ കടമ നിങ്ങൾ കൃത്യമായി പാലിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം നമ്മൾ നിർവഹിക്കുമ്പോഴേ മുന്നോട്ട് പോകൂ. അപ്പൊ ഇസ്ലാമിൽ പെണ്ണിന് സ്വാതന്ത്ര്യമുണ്ട്, പെണ്ണിന് സംരക്ഷണമുണ്ട്, പെണ്ണിന് കുറെ ഇളവുകളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൽ പകൽ ഹലാലായ പെണ്ണിനോട് ലൈംഗിക ബന്ധം പുലർത്തിയാൽ അവൻ നോമ്പ് കാലത്ത് അഥവാ റമദാൻ മാസത്തിൽ നോമ്പ് ലൈംഗിക ബന്ധം മൂലം മുറിച്ചാൽ അവന്റെ ഭാര്യയും അവനുമായുള്ള സംസർഗം ഇസ്ലാമിൽ ഹലാലല്ലേ? പക്ഷെ നോമ്പ് നോറ്റ് ചെയ്യാൻ പാടില്ല. നോമ്പ് നോറ്റവൻ ആ സംസർഗം നടത്തിയാൽ നോമ്പ് മുറിയുക മാത്രമല്ല ചെയ്യുന്നത്, അവന് കഫാറത്ത് നിർബന്ധമാകും. 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം, ഇല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ചിന്തിക്കണം, ആ 2 മാസം നോമ്പ് നോൽക്കണമെന്ന് പറയുമ്പോൾ ഈ പ്രവർത്തനത്തിൽ ഭാര്യയും അവനും തുല്യ പങ്കാളികളാണ്. കിതാബുകളിൽ പറയുന്നുണ്ട് ഭാര്യയും അവനും തുല്യ ആസ്വാദകരാണ്. ഭാര്യ തന്നെ താല്പര്യമെടുത്ത് ചെയ്താലും തുല്യ ആസ്വാദകരാ. പക്ഷേ ഈ 60 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കണം 2 മാസം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ബാധകമല്ല. അവൾ ഒന്നും ചെയ്യേണ്ട, പുരുഷൻ മാത്രം ചെയ്താൽ മതി. നോക്ക്, പെണ്ണിന് ആനുകൂല്യമുണ്ട് അവിടെ, പെണ്ണിന് ആനുകൂല്യമുണ്ട് അവിടെ. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതക്രമത്തിൽ പെണ്ണിന് എന്തൊക്കെ പവിത്രമായ പദവിയാണ് കൊടുത്തത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു പെണ്ണ് ഭർത്താവിനെ കുറിച്ച് പരാതിപ്പെട്ട സംഭവമുണ്ട്. സൂറത്തുൽ മുജാദല, ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ്. ഒരു സൂറത്ത് തന്നെ പെണ്ണിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. എന്തിന്? ആ പെണ്ണ് തന്റെ ഭർത്താവിനെ കുറിച്ച് റബ്ബിനോട് പരാതിപ്പെട്ടത്. അതാണ് സൂറത്തുൽ മുജാദല. ഈ രീതിയിൽ പെണ്ണിനെ പരിഗണിച്ച പാരമ്പര്യമുള്ള പരിശുദ്ധ ദീൻ. എന്നൊരു ഇസ്ലാമിന്റെ പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരോ പെണ്ണിന്റെ കണ്ണീരൊപ്പം വരുന്നവർ മുസ്ലിമിന്റെ കണ്ണീര് കുടിപ്പിച്ചവരാ, നമ്മളെ രക്തം കുടിച്ച ആളുകളാ. 8 യുവാക്കളെ വെടിവെച്ച് കൊന്നില്ലേ സിമി പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട്? ആ പ്രവർത്തനത്തോട് നമുക്ക് യോജിപ്പില്ല, അവരുടെ ആശയത്തോട് നമുക്ക് യോജിപ്പില്ല, ഞാൻ തുറന്നു പറയാം. പക്ഷെ ആ വെടിവെച്ചതിനോട് അശേഷം യോജിക്കാൻ പറ്റൂല. എന്താ കാരണം? അത് ബുദ്ധിക്ക് നിരക്കാത്തതാ. 8 യുവാക്കളെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, 32 അടി ഉയരമുള്ള മതിൽ എങ്ങനെ ചാടി? 32 അടി ഉയരമുണ്ട് മതിൽ. ആ മതിലിന്മേൽ 24 അവേഴ്സ് പത്രത്തിൽ വന്നു വൈദ്യുതി പ്രസിഡന്റ് 2 എങ്ങനെ ചാടി? ആ മതിലടക്കമുള്ള ക്യാമ്പസ് 24 മണിക്കൂർ CCTV നിരീക്ഷണത്തിലാണ്, എങ്ങനെ ചാടി? ആ മതിൽ ചാടുമ്പോൾ തീർച്ചയായും സംവിധാനിച്ച അലാറം അടിക്കണം, എന്തുകൊണ്ടുണ്ടായില്ല? 4 ചോദ്യത്തിന് മറുപടി ഇതാ. ഈ 4 ചോദ്യത്തിന് മറുപടി ഇല്ല. 1. 2, 8 പേര് ചാടിയിട്ട് ദൂരെ പോയിട്ട് അവരെ ആചാരപുര എന്ന ഗ്രാമത്തിൽ വെച്ചാണ് 8 പേരെ നിരത്തി വെടിവെച്ചത്. ജയിലിൽ ചാടാൻ ബുദ്ധി ഉണ്ടായ ആളുകൾ ഈ പൊട്ടത്തരം ചെയ്യുമോ? 8 ആളും ഒന്നിച്ചു പോവോ? വേറെ 4 വഴിക്ക് പോകൂലേ? 8 ആള് ജയിലിൽ ചാടിയാൽ ജമായത്തായിട്ട് പോവോ? കൂലി കിട്ടുന്ന കാര്യമാണോ ഇത്? ജമായത്തായിട്ട് ജയിലിൽ ചാടാൻ 8 വഴിക്ക് പോകൂലേ ബുദ്ധി ഉണ്ടെങ്കിൽ? എങ്ങനെ 8 പേരെ ഒന്നിച്ച് 10 കിലോമീറ്റർ അപ്പുറത്ത് കിട്ടി? അപ്പൊ ചാടിയതല്ല, അവരെ കൊണ്ടുപോയതാ. മാത്രമല്ല, വളരെ പ്രധാനമായി നിങ്ങൾ ചിന്തിക്കണം, അവിടെ കൃത്യമായി ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ആ പ്രദേശത്തെ ആ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് 40 ലക്ഷം രൂപ കൊടുത്തു. ഗ്രാമവാസികൾക്ക് 40 ലക്ഷം രൂപ പാസാക്കി പത്രത്തിലുണ്ടായത്. എന്തിനാ 40 ലക്ഷം രൂപ ഗ്രാമവാസികൾക്ക്? വെടിവെച്ച് കൊന്ന ആൾക്കാർ, വെടിയേറ്റ് മരിച്ചത് ഇവര്, വെടിയേറ്റ് ഇവര് മരിച്ചു. പിന്നെന്തിനാ ഗ്രാമത്തിലെ ആൾക്കാർക്ക് 40 ലക്ഷം രൂപ കൊടുക്കണത്?
അതിന്റെ ആവശ്യം എന്താ മനസ്സിലാവണില്ലല്ലോ ബുദ്ധിയിൽ. അതിന്റെ കാരണം എന്താ? തെളിവ് മറച്ചു വെക്കാൻ. അതന്നെ, വേറെന്തിനാ? വെടികൊണ്ട് ആൾക്കാർക്ക് കുടുംബത്തിനല്ല കൊടുക്കുന്നത്, പിന്നെ ആർക്കാ? ആ ഗ്രാമവാസികൾക്ക്. പണ്ട് തിരുമേനി മൗലൂദ് ചോദിച്ച ഭാര്യ, മൂല്യമാർക്കൊക്കെ കുറച്ച് പൈസയും കൊടുത്തു, ബാക്കിയൊക്കെ നല്ലോണം പൈസയും കൊടുത്തു. ചോദിച്ചാൽ പറഞ്ഞു, കാണാതെ ചെല്ലിയൊരുക്കല്ലേ പൈസ കൊടുക്കേണ്ടത്, കണ്ടില്ലൊരുക്ക് എന്തിനാ പൈസ എന്നതുപോലെ ഇതേക്കുറിച്ച് അവർ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പൈസ കൊടുക്കാൻ മരിക്കുന്നത് ഇവർ മരിക്കുകയും ചെയ്യാം. ഇത് ചെയ്തത് തെളിവ് നശിപ്പിക്കാനല്ലേ? ചിന്തിക്കും നിങ്ങൾ. IG യോഗേഷ് ചൗഹാൻ പറഞ്ഞു നിരായുധരായിരുന്നു ആ യുവാക്കളൊക്കെ എന്ന് പറഞ്ഞു. ഗുജറാത്തിലെ ഇസ്രത്ത് ജഹാൻ കേസ് എന്തായിരുന്നു? ഷെയ്ഖ് സൊഹറാബുദ്ദീന്റെ ഭാര്യ കൗസർ ബീഗത്തെ കൊന്നതും സൊഹറാബുദ്ദീനെ കൊന്നതും എങ്ങനെയാ? 2002 അൻസൽ പ്ലാസ ഏറ്റുമുട്ടൽ എങ്ങനെ ഉണ്ടായതാ? ചിന്തിക്കും നിങ്ങൾ. അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? പ്രധാനല്ലേ? കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ 2560 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് ഉണ്ടായത്. ആരാ പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 2560 ഏറ്റുമുട്ടൽ കൊലപാതകം. ഒക്കെ പിന്നെ അസിമാനന്ദ പറഞ്ഞ പോലെ ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അസിമാനന്ദയും അബ്ദുൽ കലീമും നമ്മുടെ ബന്ധത്തിന്റെ മേലിൽ പുറത്തു വന്ന സത്യങ്ങളൊക്കെ അടുത്ത കാലത്തായി പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് ഇത് കൊണ്ടുവരുന്ന ആളുകൾ അസ്വസ്ഥത ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധം തകർക്കാനാണ്. ഞാൻ തിരുവങ്ങാടിയിലാണ് പ്രസംഗിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ധീരമായി സമരം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തം പുരണ്ട മണ്ണായി. നമ്മുടെ വാപ്പപ്പാപ്പമാർ ധീരോദാത്തമായ സമരം നടത്തി ബ്രിട്ടീഷുകാരന്റെ കുഞ്ചിരോമം വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിയ മണ്ണാത്. ഖാദിരിയ ത്വരീഖത്തിന്റെ ആത്മീയാചാര്യൻ ആലി മുസ്ലിയാരുടെ കാലുകുന്ന മണ്ണായത്. പോത്തുവണ്ടിക്കാരൻ വാര്യംകുന്നത്ത് അമ്മദാജിയും ലവക്കുട്ടിയും കുഞ്ഞലവിയും കുഞ്ഞിക്കാതറും നിറഞ്ഞുന്ന മണ്ണായത്. നമ്മുടെ പൂർവികന്മാർ ചോര കൊടുത്തു വാങ്ങിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ ഇന്ത്യയിലെ മുസ്ലിമിന് അവകാശമില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കയ്യിൽ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കും, ആ ശരീഅത്ത് മാറ്റൂല. മറുകൈയിൽ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയും ഉയർത്തിപ്പിടിക്കും. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇന്ത്യക്കാരനായ ദേശസ്നേഹിയായ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിൽ പൊരിഞ്ഞു വീണ മനുഷ്യന്റെ മക്കൾ ഈ രാജ്യത്തെ ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ ഭരണഘടന തന്ന അവകാശത്തെ എടുത്തു കളയാൻ നോട്ട് മാറ്റിയതുപോലെ മുസ്ലിം നിയമം മാറ്റാൻ വന്നാൽ അതിനെതിരെ ഉമ്മത്ത് ശക്തിയായി പ്രതികരിക്കും. അത് തർക്കമൊന്നുമില്ല. അത് ഭരണഘടനാ ദത്തമാണ്. നമുക്ക് ഭരണഘടന തന്ന അവകാശമാണ്. ദയവ് ചെയ്ത് ഈ രാജ്യത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ തല്ലിക്കരുത്. ജാതി നോക്കാതെ മതം നോക്കാതെ മനുഷ്യനെ സ്നേഹിച്ചൊരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. ഞാൻ ഓർത്തു പോവാണ്, വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയയുടെ വാഫി ക്യാമ്പസ് ബാപ്പു ഹാജി എന്ന് പറയുന്നൊരു മനുഷ്യൻ കാളികാവില് 15 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുത്ത് ആ സ്ഥാപനത്തിന്റെ PG ക്യാമ്പസ് ഉയർത്തിക്കൊണ്ടുവരാൻ ഖത്തറിൽ ഒരു പിരിവിന് പോയ സന്ദർഭത്തിൽ ഖത്തറിൽ അതിന്റെ സന്ദേശമൊക്കെ വ്യാപിപ്പിച്ചപ്പോ ഒരു ക്ലാസ് റൂമിന് 8 ലക്ഷം രൂപയാണ് വേണ്ടത്. ഒരു ക്ലാസ് റൂമിന് 8 ലക്ഷം രൂപ. ആ 8 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ ക്ലാസ് റൂം ഉണ്ടാക്കാൻ ആളുകൾ ഉത്ബോധിപ്പിച്ചപ്പോ അവിടെ ജോലി ചെയ്യുന്നൊരു ബാലകൃഷ്ണൻ ഒരു ക്ലാസ് റൂമിന്റെ 8 ലക്ഷം രൂപ ഏൽപ്പിക്കാൻ തയ്യാറായി. ബാലകൃഷ്ണൻ എന്തിനാ വാഫി കോളേജിന്റെ ഒരു ക്ലാസ് റൂം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതാണ് കേരളം, അതാണ് ഇന്ത്യ. ഈ സൗഹൃദത്തിന്റെ മണ്ണാണ് നമുക്ക് വേണ്ടത്. ഈ സൗഹൃദമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ പത്രത്തിൽ വായിച്ചത്, ഇപ്പോൾ ഞാനത് വെട്ടിയെന്ന് സൂക്ഷിച്ചു. ചില കൗതുക വാർത്ത കാണുമ്പോൾ വെട്ടാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് വന്ന് 1-2 വർഷം മുമ്പ് ഒരു മറിഞ്ഞുപോയി. ചരക്ക് കൊണ്ടുപോയി ഒരു 2 ആളെ ഇതിലുള്ളൂ. ഒന്ന് അതിന്റെ സ്രാങ്കും അതിന്റെ അസിസ്റ്റന്റും. ആ മറിഞ്ഞിട്ട് ആ ഒരുവിലെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മുങ്ങിപ്പോയി. സ്രാങ്ക് ഭാസ്കരനും കെനി എന്ന് പറയുന്ന 2 ഹിന്ദുക്കള് ഫ്ലോട്ടിംഗ് ട്യൂബില് 1.5 ദിവസം ഇങ്ങനെ നടന്നു. പുറംകടലിലേക്ക് പോവാണവര്. ഹെലികോപ്റ്ററിൽ വായുസേന തെരഞ്ഞെടുത്ത് കിട്ടിയില്ല, ആരും തെരഞ്ഞെടുത്തില്ല. അപ്പോഴാണ് നിങ്ങളെ തൊട്ടടുത്തുള്ള താനൂരിലെ മത്സ്യത്തൊഴിലാളികളായ കാളാട്ട് ബഷീറും കോയമോനും എന്ന് പറയുന്ന 2 ആൾക്കാർ, അവര് ഉൾക്കടലിൽ നിന്ന് മത്സ്യം പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്, പുറംകടലിലേക്ക് വരിക. അവർ ഈ ഫ്ലോട്ടിംഗ് ട്യൂബിൽ ഇവരെ കണ്ടു. ആ 2 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ആ 2 പേരെ വലിച്ചതിൽ കയറ്റിക്കൊണ്ടുവരാൻ നിലവിൽ ആ തോണിയിലുള്ള സാധനം അവരെ സമ്മതിക്കുന്നില്ല. പത്രത്തിൽ ഞാൻ വായിച്ചു, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 1.5 ലക്ഷം രൂപയുടെ മത്സ്യവും വലയും പുറത്തേക്കാണ് തട്ടിയിട്ട് 2 ആൾ കയറ്റിയിട്ടും കൊണ്ടുവന്നവർ. കാരണം അവരെ വേഗം കരക്കെത്തിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാവും. കരക്ക് വേഗം എത്തണമെങ്കിൽ ഈ ചരക്ക് പറ്റൂല. 1.5 ലക്ഷം രൂപയുടെ മത്സ്യം പുറത്ത് തട്ടിയിട്ട് ആ 2 ജീവനെ, ഹിന്ദു ജീവനെ 2 മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് കരക്ക്. പത്രത്തിൽ വാർത്ത വന്നിരുന്നു. അതാണ് ഇന്ത്യ, അതാണ് സ്നേഹം. ഈ വ്യക്തിത്വം പുലർത്തുന്ന മനുഷ്യന്റെ മണ്ണിൽ നിങ്ങൾ ഇജാതി കോപ്പറേറ്റ് കാണിച്ചിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിച്ചിട്ട് സർവ്വ മതക്കാരെയും ഈ രാജ്യത്ത് ദുസ്സഹമാകുന്ന നിയമത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് എവിടേക്ക് ഇന്ത്യ ഭരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആരാതിന്റെ അധികാരം ഇന്ത്യ മഹാരാജ്യത്തെ ഭരണകൂടത്തിന് കൊടുത്തത്? സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യ സ്വതന്ത്രമാക്കുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് ആ കൂട്ടായ്മയും ആ ഒരുമയും നമ്മളിവിടെ പ്രകടിപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കണം. അതിനെതിരെ ആര് വന്നാലും ശരി, കലാപമുണ്ടാക്കാതെ, അക്രമമുണ്ടാക്കാതെ സമാധാനത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകണം. അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിക്കുന്നത്.
അതാണ് സമത്വ കേരള ജമിയത്തിലൂടെ പാരമ്പര്യം. ആ പാരമ്പര്യമാണ് സമത്വം മുന്നോട്ട് വെക്കുന്നത്. ആ പാരമ്പര്യം സമത്വം മുന്നോട്ട് വെച്ചു. പലരും അതിൽ സഹകരിച്ചവരും സഹകരിക്കാത്തവരുമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട SKSF-ന്റെ SYS-ന്റെ കുട്ടികൾ, പ്രിയപ്പെട്ട നേതാക്കൾ, പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോ നമ്മൾ ഈ കൂട്ടായ്മ മറ്റുള്ളവരിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കണം. എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകം നശിപ്പിക്കാൻ വരുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാൻ ഇസ്ഹാഖ് ബാഖു എഴുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയും, ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂട്ടായ്മ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന വിധത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാവൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട്, രാജ്യ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദുസ്സഹമാക്കാൻ ശ്രമിക്കുന്ന ലാലിമീങ്ങളെ ജനാധിപത്യ സമാധാന മാർഗത്തിൽ ചെറുക്കാൻ അല്ലാഹു നമുക്ക് കരുത്തു പകരുമാറാവട്ടെ. അതോടൊപ്പം ഇത് സംഘടിപ്പിച്ചവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇവർ ഒരു പുതിയ ഓഫീസും സംവിധാനങ്ങളും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ കൈയയച്ച് സഹായിക്കണം. അതിനുവേണ്ടി മുന്നോട്ട് വന്നവർക്കും പരിശ്രമിച്ചവർക്കും സഹായിച്ചവർക്കും അർഹമുഹായുമായ തമ്പുരാൻ രണ്ടു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.